പോയി നമുക്ക് ഈ നോട്ട് നമുക്ക് പ്രിന്റ് എടുക്കാൻ കഴിയൂലേ? പ്രിന്റ് എടുത്ത് ഞങ്ങൾ അയച്ചു തരും. സി, നിങ്ങൾക്ക് ഇപ്പൊ ആപ്പിലുള്ള നോട്ട് കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്ത നോട്ടാണ്. നല്ല കണ്ടന്റ് ഉള്ള നോട്ട് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കണ്ടന്റ്സും മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും. പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ ഇത് എല്ലാ പ്രാവശ്യവും നോട്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. ഏത് വിരുദ്ധനാണ് വിരുദ്ധിയാണെന്ന് എനിക്ക് അറിയില്ല. ഹാക്ക് ചെയ്യുന്നതാണ്. കാരണം ഞങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു, ഒരു സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റൂല. അത്രയും ആപ്പിലാണ്. എനിക്ക് അറിഞ്ഞൂടാ ഇനിയിപ്പോ അത് ഞങ്ങൾ അയച്ചിരുന്ന നോട്ടോ എന്താന്നുള്ള അറിഞ്ഞൂടാ. എങ്ങനെയോ നമ്മുടെ നോട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, സൈക്വസ്റ്റയുടെ നോട്ട് മാത്രം അതേപോലെ പകർത്തി വെച്ചാൽ നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം നിങ്ങളുടെ ടീച്ചേഴ്സിനടുത്തും സൈക്വസ്റ്റയുടെ നോട്ട് ഉണ്ട്. അപ്ഡേറ്റ് ചെയ്യാത്ത സാധനം കേട്ടോ. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ 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 അപ്ഡേഷൻ ആണ് വരുന്നത്. മേജർ അപ്ഡേഷൻസും ഉണ്ടാവും, ചെറിയ ചെറിയ അപ്ഡേഷൻസ്. ഇപ്പൊ ലിഗ്നോട് നോട്ടും കൂടി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അപ്ഡേഷൻസ് ഇല്ലാന്നല്ല, അപ്ഡേഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ നോട്ട് മാത്രം നോക്കി പഠിച്ചു കഴിഞ്ഞാല്, കാരണം ചില ആൾക്കാർ ഇത് കോപ്പി അടിക്കാൻ വരെ കൊണ്ടുപോകുന്നുണ്ട് മൈക്രോ ഒക്കെ ആക്കിയിട്ട്. സോ അത് മാത്രമാകുമ്പോൾ ടീച്ചേഴ്സിന് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും സൈക്കോസ്റ്റയുടെ കുട്ടിയൊക്കെ ഇങ്ങനെ ഇത്ര മാർക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ഓഫ് കോഴ്സ് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വന്തം എന്നെ പുകഴ്ത്തി പറയുന്നൊന്നുമില്ല, ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. സോ കോൺസെപ്റ്റ് മനസ്സിലാവുമ്പോഴുള്ള പ്രത്യേകത, നിങ്ങൾ നിങ്ങളുടെ ഓൺ ഭാഷയിലായിരിക്കും എഴുതാം. ആസ് യു ഓൾ നോ, കുറെ പേര് ഇപ്പം എന്റെ വർഷങ്ങളായിട്ട് എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരാണ്. ഫിദ ആയിക്കോട്ടെ, ഹൃതിക ആയിക്കോട്ടെ, നിത ആയിക്കോട്ടെ, ആൻഡ് അല്ലേ, അങ്ങനെയുള്ളവരെന്നെ ഇഷ്ടം പോലെയുള്ളത് ഞാൻ കുറച്ച് പേരുകൾ കാണുമ്പോൾ പറയാണ് കേട്ടോ. ഒത്തിരി പേര് ഡിഗ്രി ലെവലിൽ മുതൽ തന്നെ നമ്മളെ കൂടെ ഉള്ളവരാണ്, നമ്മളെ യൂസ് ചെയ്ത്. അപ്പൊ അവർക്കൊക്കെ അറിയാം നമ്മൾ ആ നോട്ട് മാത്രം എന്നല്ല ലക്ഷ്യം, നമ്മൾ അത്രയും ഡെപ്തിലാണ് ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. സോ ക്ലാസ്സിനാണ് നമ്മളെ കൂടുതൽ. അപ്പൊ ആ ക്ലാസ് കണ്ടിട്ട് ആ നോട്ടും കൂടി വെച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും എഴുതുമ്പം ആ കോൺസെപ്റ്റ് വൃത്തിക്ക് എഴുതാൻ വേണ്ടി പറ്റും. നോക്കുന്ന ടീച്ചറിന് എന്താ, ഇത് കാണാപ്പാഠം പഠിച്ചെഴുതിയതല്ല, ഇത് ഏതോ നോട്ട് കോപ്പി അടിച്ചല്ല, ഈ കുട്ടിക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടാണ് എഴുതിയത് കണ്ടുകഴിഞ്ഞാലാണ് മാർക്ക് വീഴുന്നത്. അതെന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. നിങ്ങൾ ഈ പഠിക്കുന്ന നോട്ട് ഞാൻ പഠിച്ച നോട്ടാ. അതിൽ നിന്ന് പല അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വരുന്നത്. എന്നാൽ പോലും ഞാൻ പഠിച്ച 75% ഞാൻ പഠിച്ച കണ്ടന്റാ. ഞാൻ ഔട്ട്സ്റ്റാൻഡിംഗിൽ പാസ്സായ ആളാ. സോ അതിനപ്പുറത്ത് ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ തന്നതല്ലാണ്ട് ഇതിന്റെ ഒരു 75% ഉള്ള നോട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എഴുതിയ എല്ലാത്തിലും ഫുൾ ഓൺ ഫുൾ മാർക്കാ. പീപ്പിൾ നോ, എനിക്ക് ഇന്റേണൽസ് മാത്രമായിരുന്നു കുറവ്. എനിക്ക് എക്സ്റ്റേണൽ നല്ല മാർക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ ചില വിഷയത്തിനൊക്കെ എനിക്ക് ഫുൾ മാർക്കായിരുന്നു എഴുതിയതിൽ. അത്രയും ഞാൻ മനസ്സിലാക്കാനുള്ള കാര്യം, അന്ന് ഞാൻ സ്വയം ഇത് പഠിച്ചിട്ട് ഞാൻ വേറെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്, ഞാൻ പഠിപ്പിച്ച കുട്ടിക്കായിരുന്നു 8th റാങ്ക്. അങ്ങനെ 2 or 3 റാങ്ക് ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കായിരുന്നു. എനിക്ക് റാങ്ക് പോയത് 0.01 ക്രെഡിറ്റിനാണ്. ബിക്കോസ് എനിക്ക് ഇന്റേണൽസ് നല്ല കുറവായിരുന്നു. ഇന്റേണൽ മാർക്ക് വളരെ കുറവായിരുന്നത് കൊണ്ടാണ്, വളരെ കുറവെന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എനിക്ക് ഇന്റേണൽ മാർക്സ്. അതുകൊണ്ടാണ് എനിക്ക് റാങ്ക് നഷ്ടമായത്. സോ ആ രീതിയിലാണ് ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അവിടെ എന്താ, കോൺസെപ്റ്റ് ക്ലിയർ ആവാം. ഇപ്പോഴും നിങ്ങൾ നോക്ക്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്റെ കുട്ടികൾക്ക് ആർക്കെങ്കിലും റാങ്ക്. കാരണം 5 കോളേജ് ടോപ്പേഴ്സ് സൈക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൽ എന്തായാലും സൈക്വസ്റ്റ് ചെയ്യരുത്. പിന്നെ എന്താ, അത്രയും കഴിവുള്ള കുട്ടികൾക്ക് സൈക്വസ്റ്റയുടെ നോട്ട് മാത്രം കിട്ടിയാൽ ചിലപ്പോൾ പാസ്സായി പോകട്ടെ. അത്രയും കാലിബർ ഉള്ള കുട്ടികൾ അതില്ലാന്ന് പറഞ്ഞാൽ അതൊക്കെ ഓൺ മനസ്സിലാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സായി പോകും. പക്ഷേ നിങ്ങളൊരു ആവറേജ് ഒരു സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഇതുപോലെ പഠിച്ചു പോയി എഴുതി വെച്ചാൽ നോ യൂസ്. കാരണം അവർക്കറിയാം ഇത് സൈക്കോസ്റ്റയുടെ നോട്ടാണ്. അത് അങ്ങനത്തെ, അതാ ചില ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സൈക്കോസ്റ്റയുടെ നോട്ട് പഠിച്ചാൽ പാസ്സാവില്ല, അത് അങ്ങനെ വെട്ടിയിടാറുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈക്കോസ്റ്റയുടെ നോട്ട് എന്റെ മൊഴിമുത്തുകളല്ല. ഞാൻ 4ഉം 5ഉം റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആണ്. അല്ലാതെ അഫ മാമിന്റെ ഭാഷയോ അഫ മാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ തിയറിയോ ഒന്നും അല്ല. അപ്പൊ വെട്ടിയിടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അടിച്ചു വിടാട്ടോ. അതെനിക്ക് ഹോണസ്റ്റ് ആയിട്ട് പറയാം. കാരണം ഇതൊന്നും എന്റെ വേർഡ്സ് അല്ല. അങ്ങനെ ഇവരത് വെട്ടിവിടാണെങ്കിൽ അതിനർത്ഥം എന്താ, ഇവർ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് വെട്ടിവിടുന്നത്. നിങ്ങൾ ഈ നോക്കുന്ന പല കണ്ടന്റ്സും ഞാൻ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ്. അതുമല്ല, ആസ് യു നോ, ആപ്പിൽ എന്തുണ്ട്, ഞാൻ എടുക്കുന്ന എല്ലാ റെഫറൻസ് ബുക്കും ആപ്പിൽ PDF ആയിട്ട് ഇടുന്നുണ്ട്. ഹോപ്പ് യു ഓൾ സീ. അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ?
ഉണ്ട്. ഞാൻ എടുത്ത ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റെഫറൻസിൽ ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കുക. അപ്പം സൈക്കോസ്റ്റിയുടെ നോട്ടിൽ എടുക്കുന്ന ഏതൊക്കെ ടീച്ചേഴ്സ് പറയുന്നത് സൈക്കോസ്റ്റിയുടെ നോട്ടാണെന്ന് കണ്ട വെട്ടും. ആ സൈക്കോസ്റ്റിക് ആയിട്ടൊരു നോട്ട് ഇല്ല. സൈക്കോസ്റ്റി എന്ന് പറയുന്നത് എന്താണ്, ഇന്റർനാഷണൽ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ 5 or 6 ടെക്സ്റ്റ് ബുക്സ് വായിച്ചിട്ട് അതിലെ ഏറ്റവും നല്ല കണ്ടന്റ് എടുത്താണ് എഴുതും. ബാക്കി നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കണ്ടന്റും എടുക്കും. അങ്ങനെയാണ് നമ്മൾ നോക്കുക. സോ പുതിയ നോട്ട് പ്രിന്റഡ് വേണ്ടവർക്ക് അയച്ചു തരും. ഞാൻ സ്ക്രീൻ ഷെയർ ഇട്ടിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോയാലും മതി, എഴുതി പോയാലും മതി. വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം ഞാനിത് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ്, അത് നല്ല പേയ്മെന്റ് കൊടുത്തിട്ടാട്ടോ ഞാൻ നോട്ട് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. സൈക്കോളജിസ്റ്റുകളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറുള്ളത്. നമുക്കൊരു ടീം ഉണ്ട് അതിനായിട്ട്. അത്യാവശ്യം നല്ല, അതറിയില്ലടാ ഇപ്പത്തെ നോട്ട് വന്നിട്ട് അത് നമ്മൾ പ്രിന്റ് ഷോപ്പിൽ കൊടുത്തിട്ട് എത്ര രൂപയാവും അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പേജസ് എക്സ്ട്രാ വരുമ്പോൾ നമുക്ക് അറിയില്ല. എന്തായാലും വലിയ എമൗണ്ട് ഒന്നും നമ്മൾ മേടിക്കാറില്ല. കാരണം അത് ആ പ്രിന്റാർ എത്രയാണ് പറഞ്ഞാൽ ആ പൈസക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ മിസ് തന്നെ പ്രിന്റ് ഔട്ട് ഷെയർ ചെയ്ത് തന്നൊക്കെയായിരുന്നല്ലോ, സ്റ്റഡി മെറ്റീരിയൽസ് ചെയ്ത് തന്നൊക്കെയായിരുന്നല്ലോ. അതുപോലെ തന്നെ ഏറ്റവും എളുപ്പം, അതും ചെറിയ പേയ്മെന്റില്. അതെ, അതുപോലെ തന്നെ എത്തിക്കും. അതുപോലെ തന്നെ അതന്നെ ഏറ്റവും നല്ലത്. അതന്നെയാണ് ഏറ്റവും നല്ലത് പറയാം. അതാ അല്ല, ഇത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം പുതിയ കുട്ടികൾ കുറെ പേര് പിന്നെ ചോദിക്കുന്നുണ്ട് എന്താക്കണം ഏതാക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവർ കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ടീച്ചേഴ്സ് ഒക്കെ പർപ്പസ്ഫുള്ളി പറയുന്നതാണ്. അവർക്ക് എന്നോട് ഇന്ന് ദേഷ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. കാരണം ഞാൻ ചില കോളേജസുകാരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല 1-2 ടീച്ചേഴ്സിനൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെ ഉണ്ട്. ഇപ്പൊ ലിസ കോളേജിലാണെങ്കിൽ ബിജു സാറൊക്കെ അവിടുത്തെ ഒരു കുട്ടികൾ നമ്മളെ പറ്റി പറഞ്ഞാൽ ബിജു സാർ എന്നെ വിളിച്ചിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മാമിന്റെ ക്ലാസ് അത്രയും കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്, നോട്ട്സ് അത്രയും ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് നമ്മളെ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതേസമയം ഞാൻ പറഞ്ഞില്ല, ഇന്ന് കുറച്ച് ദിവസം മുന്നേ ഞാൻ കേട്ടോ സൈക്കോസ്റ്റിയുടെ നോട്ട് ടീച്ചേഴ്സ് വെട്ടി വിടും. ആ കേട്ടപ്പോ ഞാൻ പറഞ്ഞ സൈക്കോസ്റ്റിയുടെ നോട്ട് അഫ മാമിന്റെ വേർഡ്സ് അല്ല, അത് ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് ആണ്. അതൊരിക്കലും ഒരു ടീച്ചറും വെട്ടൂല. കാരണം വെട്ടിന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയത് സൈക്കോസ്റ്റിയുടെ ആണെന്ന്. അപ്പോൾ സൈക്കോസ്റ്റിയുടെ നോട്ട് അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്ന വേർഡ്സ് വെട്ടിയിടൂല. പക്ഷെ ഇത് ഇതുപോലെ പകർത്തി വെച്ചാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും കോപ്പി അടിച്ച പോലെയാണ്. സോ എന്താവും, ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കാത്തവർ ഇതുപോലെ അച്ചടി പോലെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോൺസെപ്റ്റ്. എക്സാം ഒക്കെ എങ്ങനെയാ എഴുതുന്ന ആ സമയത്ത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഫ്രോയിഡ് സൈക്കോഡൈനാമിക് തിയറിയിലെ ഫ്രോയിഡിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫ്രോയിഡിന്റെ സൈക്കോഡൈനാമിക് തിയറി എന്താണെന്നും അതിലെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ വളരെ വിശദമായിട്ട് നോക്കി. ഇനിയിപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, human organism is a complex system in which relies on both the physiological energy as well as psychic energy. കേട്ടോ, ഫ്രോയിഡിന്റെ പ്രകാരം ഒരു ഹ്യൂമൻ ഓർഗാനിസം എന്ന് പറയുന്നത് കോംപ്ലക്സ് സിസ്റ്റം ആണ്. അത് ഫിസിയോളജിക്കൽ എനർജി ഉണ്ട്, സൈക്കിക് എനർജിയും ഉണ്ടെന്നാണ് ആര് വിശ്വസിക്കുന്നത്? ഫ്രോയിഡ് വിശ്വസിക്കുന്നത്. ഫിസിക്കൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അദ്ദേഹം പറയുന്നത് ഫിസിക്കൽ എനർജി എന്താ ഉപയോഗിക്കുന്നത്? ഫിസിക്കൽ ആക്ടിവിറ്റീസ്, റണ്ണിങ്, റൈറ്റിംഗ്, respiration. Whereas psychic energy is used for psychological work such as planning, thinking, feeling, remembering. കണ്ടോ, ഫ്രോയിഡിന്റെ പ്രകാരം ഹ്യൂമൻ ഓർഗാനിസം ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. അത് ആ ഒരു ഹ്യൂമൻ ഓർഗാനിസത്തിന് എന്തുണ്ട്? സൈക്കിക് എനർജിയും ഉണ്ട്, ഫിസിയോളജിക്കൽ എനർജി ഉണ്ട്. ഫിസിയോളജിക്കൽ എനർജി ഫിസിക്കൽ വർക്കിനും, സൈക്കോളജിക്കൽ എനർജി സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും കോഗ്നിഷൻ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ഇറ്റ് ഇസ് the contact point of these two type of energy. ഈ ഫിസിക്കലും സൈക്കിക്കും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് കിടക്കുന്ന ഇഡ് ആണെന്ന് ഫ്രോയിഡ് പറയുന്ന കാര്യങ്ങളാണ്. Related to these energies, Freud developed some concept which explain the dynamic aspect of personality like instinct, anxiety and mental mechanism. ഇവിടെ ഈ ഒരു ഡൈനാമിക് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി പറയാൻ അദ്ദേഹം ഉപയോഗിച്ച കുറച്ച് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആണ് എന്ത്? ഇൻസ്റ്റിങ്ക്റ്റ്, ആൻസൈറ്റി ആൻഡ് മെന്റൽ മെക്കാനിസം. എഗെയിൻ ഞാൻ ഒന്നും കൂടി പറയാണ്, ഫ്രോയിഡിന്റെ പ്രകാരം ഹ്യൂമൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതിന് ഫിസിക്കൽ എനർജിയും ഉണ്ട്, സൈക്കിക് എനർജിയും ഉണ്ട്.
ഫിസിക്കൽ എനർജി നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള റണ്ണിങ് വാക്കിങ്ങിന് പോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൈക്കിക് എനർജി കൊഗ്നീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിന് രണ്ടിനെയും ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്, അത് കിടക്കുന്നത് ഇഡിലാണ്. ഓക്കെ, ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കുറച്ച് ഡൈനാമിക് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ്, ആൻസൈറ്റി, മെന്റൽ മെക്കാനിസം. Freud state that the instinct are the ultimate cause of all behavior. നമ്മൾ ഏത് ബിഹേവിയർ എടുക്കുന്നതിന് അതൊക്കെ ഇൻസ്റ്റിങ്ക്റ്റിന്റെ പുറത്താണ്. The two basic instinct ഇറോസും തനാറ്റോസും ആണ്. ഇറോസ് എന്ന് പറയുന്നത് ലവ് അല്ലെങ്കിൽ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. തനാറ്റോസ് എന്താണ്? ഡിസ്ട്രക്റ്റീവ്, അതായത് ചീത്ത എനർജി. ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ദ പർപ്പസ് ഓഫ് ഇറോസ് ഇസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് പ്രിസർവ് യൂണിറ്റി ത്രൂ റിലേഷൻ. ഒരു റിലേഷൻഷിപ്പ്, ശരിക്കും ഇറോസിന് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, പിന്നെ റീപ്രൊഡക്ഷന് സഹായിക്കുക, അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഇറോസിനെ കാണുന്നത്. ഇറോസിന്റെ ഉള്ളിലുള്ള എനർജിനെ വിളിക്കുന്ന പേരാണ് ലിബിഡോ. Libido is main source of psychic energy and is thought to come from these two main instincts, Eros and Thanatos. ഇറോസും തനാറ്റോസും ഇറോസ് ശരിക്കും ഇരിക്കുന്നത് ലിബിഡോ ശരിക്കും ഇരിക്കുന്നത് ഇറോസിലാണ്, പക്ഷെ തനാറ്റോസിലും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ സൈക്കിക് എനർജി ഇറോസിലും തനാറ്റോസിലും ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ ലിബിഡോ എന്ന സൈക്കിക് എനർജി ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇറോസില്. ഒന്നുകൂടി പറയാണ്, ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ ഫ്രോയിഡിന്റെ പ്രകാരം നമ്മൾക്ക് ഫിസിക്കൽ എനർജി ഉണ്ട്, സൈക്കിക് എനർജി ഉണ്ട്. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? ഇതാണ്. ഇതിന്റെ ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി പറയാൻ അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് കോൺസെപ്റ്റ് ആണ്. എന്തൊക്കെ? നമ്മുടെ ആൻസൈറ്റി, ഇൻസ്റ്റിങ്ക്റ്റ്, മെന്റൽ മെക്കാനിസം. ഫ്രോയിഡിന്റെ പ്രകാരം ഇറോസും ഉണ്ട്, തനാറ്റോസും ഉണ്ട്. ഇറോസ് എന്താണ്? ലവ്. തനാറ്റോസ് എന്താണ്? ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇതിലുള്ള എനർജിയാണ് എന്ത്? സൈക്കിക് എനർജിയാണ് ലിബിഡോ. എനർജിയാണ് ലിബിഡോ, ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇറോസും തനാറ്റോസും. പലപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ മാം. ഇനിയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും, അതായത് ഇഡും സൂപ്പർ ഈഗോയും കോൺഷ്യസ് അൺകോൺഷ്യസ് കിടക്കാണ്, ഈഗോ കോൺഷ്യസ് കിടക്കാണ്. ഈ ഇഡും സൂപ്പർ ഈഗോയും അൺകോൺഷ്യസ് കിടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇതുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് എന്ത്? ആൻസൈറ്റി. ഈ ആൻസൈറ്റിനെ മറികടക്കാൻ നമ്മുടെ ഈഗോ ഉപയോഗിക്കുന്ന കുറച്ച് സ്ട്രാറ്റജിയാണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. Anxiety come from realistic source in the external world and conflict within one's own mind. ഇഡ തട്ടിപ്പറിക്കാൻ വേണ്ടി ഉള്ളെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഈഗോ പാടില്ല എന്ന് പറഞ്ഞ് സപ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഒരു ആൻസൈറ്റി വരുന്നുണ്ട്. അതായത് ഈ രണ്ടെണ്ണത്തിന് പിടിച്ചു നിർത്തി ഈഗോക്ക് എന്താവുന്നുണ്ട്? നട്ടപ്രാന്ത് വരുന്നുണ്ട്. ആ അവസ്ഥയാണ് ശരിക്കും ആൻസൈറ്റി. A common conflict is when it decides something that ego and or super ego do not agree with. ഇത് എന്തെങ്കിലും ആഗ്രഹിക്കും, ഈഗോ അതിനെ പറയും പറ്റൂല, നടക്കൂല, അല്ലെ സൂപ്പർ ഈഗോ വേറെ ആള് കണ്ട പ്രശ്നമാണ് എന്ന് പറയുമ്പം നമുക്കുണ്ടാവുന്ന ഒരു കോമൺ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ശരിക്കും ആൻസൈറ്റി. An important function of the ego is to operate defense mechanism. ഈഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, സൂപ്പർ ഈഗോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഈഗോ എടുക്കുന്ന സ്ട്രാറ്റജിയാണ് എന്ത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. Psychological defenses are the way we deal with anxiety. ഈ സൈക്കോളജിക്കൽ ഡിഫൻസ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ആ ഡിഫൻസ് ഈഗോ എടുത്തിട്ടില്ലെങ്കിലാണ് നമുക്ക് എന്ത് വരാ? ബുദ്ധിമുട്ടുകൾ, സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിനയൽ. ഡിനയൽ എന്ന് പറയുന്നത്, ഇപ്പൊ പെട്ടെന്ന് നിങ്ങളോട് പറയാണ് നിങ്ങൾക്കൊരു ടെർമിനൽ ഇൽനെസ് ഉണ്ട് എന്ന് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് പെട്ടെന്ന് പറയുന്ന സമയത്ത് ഓഫ്കോഴ്സ് നമ്മൾ എന്താ, ആള് മരിച്ചു, അപ്പൊ നമ്മൾ ഇല്ല അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, അത് വെറുതെ പറയും, റിപ്പോർട്ട് തെറ്റിപ്പോയതായിരിക്കും. അത്രയും നമ്മൾ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്, ഡെഫിനറ്റ്ലി നമ്മളെ മൈൻഡ് ഔട്ട് ആവും. അപ്പൊ നമ്മുടെ ഈഗോ പറയും ഇല്ല കുഴപ്പമൊന്നുമില്ല, റിപ്പോർട്ടിൽ എന്തോ പ്രശ്നമാണ്, നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇന്ന ആശ്രമത്തിൽ പോയാൽ മാറും, സോ വലിയ പ്രശ്നമില്ല, ഒരു പ്രശ്നവും. അത് ഡിനയലാണ്. അതായത് അല്ലെങ്കിൽ നമ്മൾ എന്തായി പോകും? തകർന്നു പോകും. അപ്പൊ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു അഗാധമായിട്ടുള്ള ഒരു വിവരം കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡ് എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഈഗോ എടുക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് ഡിനയൽ എന്ന് പറയുന്നത്. ഡിനയൽ സോഴ്സ് ഓഫ് ആൻസൈറ്റി എക്സിസ്റ്റ്. ആ ഡിനയൽ ചെയ്യാണ് എന്ത്? ആൻസൈറ്റിയുടെ സോഴ്സിന്. ഐ ഡിഡ് നോട്ട് ഫെയിൽ ഇൻ മൈ എക്സാം, ഇറ്റ് മസ്റ്റ് ബി എ മിസ്റ്റേക്ക്. ഐ ഡോണ്ട് ഹാവ് എ ക്യാൻസർ, ഇറ്റ് മസ്റ്റ് ബി എ മിസ്റ്റേക്ക്. Denial often shows up in daydreams and fantasies. ഫാന്റസീസിലും ഡേ ഡ്രീംസിലും ഒക്കെ കാണാറുണ്ട് ഡിനയൽ. പിന്നെ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്,
എന്റെ കല്യാണവും എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ ഒരു എന്താ പറയാ ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണെന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ദുരന്തപൂർവ്വമായിട്ടൊരു ജീവിതം അതുപോലും ഡിനൈ, അതായത് ഡേ ഡ്രീമിൽ ഫാന്റസീസിൽ പോലും ഡിനൈൽ കാണാറുണ്ട്. ഡേ ഡ്രീമിങ് അബൌട്ട് ഹൗ തിങ്സ് മൈറ്റ് ഹാവ് ബീൻ ഇസ് എ കോമൺ വേ വി കോപ്പ് വിത്ത് ആൻസൈറ്റി ബൈ ഡിനൈങ് ദാറ്റ് തിങ്സ് ഹാപ്പൻ ദ വേ. അതായത് അത് നടന്നിരുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ തന്നെ ഉണ്ടാവുമായിരുന്നു. ഡേ ഡ്രീം ചെയ്യാണ് ഇങ്ങനൊന്നും നടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ സഡൻ ഡെത്ത് ഉണ്ടാവുന്നവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്റെ ആളിപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പോഴും സംസാരിച്ചു, അങ്ങനെ അപ്പൊ അത് മരിച്ചിട്ടില്ല എന്ന് ഡിനൈ. അപ്പൊ നമുക്കൊരു ആശ്വാസമുണ്ട്. അങ്ങനെ എന്താണ് ആൻസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന സോഴ്സിനെ ഡിനൈ ചെയ്യാം, അപ്പൊ നമുക്കൊരു ആശ്വാസമുണ്ട്. അതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി റിപ്രഷൻ ഉണ്ട്. റിപ്രഷൻ അറിയാലോ, നമുക്ക് വേണ്ടാത്ത പിന്നെ ഓർമ്മകളെ, നമ്മുടെ തന്നെ ഓർമ്മകളെയായിരിക്കും നമുക്ക് വേണ്ടാത്ത ഓർമ്മകളെ നമ്മളെ മനസ്സുകൊണ്ട് അൺകോൺഷ്യസിൽ കുഴിച്ചിടും. അവിടെ കിടന്നത് പ്രശ്നം ഉണ്ടാകും, പക്ഷെ അൺകോൺഷ്യസ് കുഴിച്ചിട്ട് സമാധാനം. അപ്പൊ അമ്മായിമ്മക്ക് അതിഭീകരമായിട്ടുള്ള പ്രണയം മരുമകനോട്, അത് ഒരു വേണ്ടാത്ത സാധനമാണ്. അപ്പൊ മനസ്സെന്താക്കും, ഇത് കൊണ്ടിട്ട് അൺകോൺഷ്യസ് കുഴിച്ചിടും. അങ്ങനെ ബാനിഷിംഗ് ദ മെമ്മറി, ബാനിഷിംഗ് ഓൾഡ് ബാഡ് മെമ്മറീസ് ഓർ ഈവൻ കറന്റ് തിങ്സ്. For example, you might fancy folding the leg of the person next to you, and this could cause you anxiety, so you repress the desire. കണ്ടോ, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരാളെ ലെഗിനോട് ഭയങ്കര ഫാന്റസി തോന്നുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല ഈ പ്രണയോ അങ്ങനത്തെ ഒക്കെ, പക്ഷെ എക്സ്പ്രസ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്ന സാധനം നിങ്ങൾ എന്താക്കും, അത് ചീത്തയാണെന്ന് വിചാരിച്ച് നേരെ കൊണ്ടിട്ട്, നമ്മൾ അറിയില്ലത് അൺകോൺഷ്യസ് നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ടെന്ന് മൈൻഡ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ ഈഗോ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി റിഗ്രഷൻ ഉണ്ട്. ശരിക്കും എനിക്ക് റിഗ്രഷൻ ഒരു കേസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് റിഗ്രഷൻ, അപ്പോഴാണ് ഞാൻ ഫ്രോയിഡിന്റെ തിയറിയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് പറയുന്നത്. എവിടേക്കൊക്കെയോ ഡിഫൻസ് മെക്കാനിസം ഒക്കെ നമ്മൾ വിശ്വസിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 10 വയസ്സുള്ള മോനെ എന്റെ കയ്യിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ കൊണ്ടുവന്നപ്പം അവര് പറഞ്ഞു, ഇവന് ഇപ്പം മാം കൈ കുടിക്കുന്നുണ്ട്, അതായത് വിരല് കുടിക്കുന്നുണ്ട്, വിരല് കുടിച്ചാലേ അവൻ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൗൺസിലിംഗ് ചെയ്ത സമയത്ത് മനസ്സിലായത്, ഈ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റും, ഭയങ്കര കുട്ടീനെ എപ്പോഴും സ്ട്രിക്റ്റ് ആണ്. അതായത് ഈ കുട്ടികളായിരിക്കാൻ കുട്ടികളെ സമ്മതിക്കൂല, ടോയ്സ് എടുത്തിട്ട് ഇട്ട് കളിക്കാൻ സമ്മതിക്കൂല. അതുപോലെ തന്നെ പിന്നെ കുളിച്ചാ തോർത്തൊക്കെ കുട്ടികളെ, അങ്ങനെ പട്ടാള ചിട്ടയാണ് കുട്ടികളോട് എടുക്കുക. അപ്പൊ കുട്ടികളായിട്ട് ഇരിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പൊ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആണ്. ഈ കുട്ടിക്ക് മുത്തച്ഛനെ വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം അയാൾ എപ്പോഴും ഞങ്ങളെ ഭാഷയിൽ ഒഴിഞ്ഞോടിഞ്ഞോണ്ടിരിക്കും. അതായത് വെറുതെ വിസ്പർ ഇങ്ങനെ നമ്മൾ ബാക്കിൽ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ കൊറോണ സമയത്ത് ഈ കുട്ടിയുടെ വീട്ടിൽ എല്ലാവർക്കും കൊറോണ വന്നു. ആ മൂർച്ഛിച്ച സമയത്ത് എല്ലാവരും ക്വാറന്റൈനിലായി. അല്ല, 3 പേർക്കോ 4 പേർക്കോ കൊറോണ വന്ന്, ബാക്കിയുള്ളവർക്ക് ക്ലോസ് കോണ്ടാക്ട് വന്ന് ക്വാറന്റൈനിലായി. ഈ കുട്ടിയും മുത്തച്ഛനും മാത്രം താഴെ, ബാക്കിയുള്ളവരൊക്കെ മുകളില്. അപ്പോ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു. അത് ഈ മുത്തച്ഛന്റെ കൂടെ അല്ലേ. അപ്പൊ കുട്ടിക്ക് ഭയങ്കര ഒറ്റ, എനിക്ക് അമ്മേനെ കാണാൻ തോന്നി, അച്ഛനെ കാണാൻ തോന്നി, എനിക്ക് ഉറക്ക് കിട്ടുന്നില്ല, പേടിയായി. അപ്പോഴാണ് ഞാൻ കൈ പിടിച്ച് പോയത്. ഇപ്പൊ പിന്നെ കൈ കുടിച്ചാലേ കുട്ടിക്ക് ആശ്വാസം കിട്ടുന്നുള്ളൂ. അപ്പൊ കൈ കുടിക്കുന്നു എന്നുള്ള നിലകൊണ്ട് കുട്ടികൾ ആരും അടുപ്പിക്കില്ല. 10-11 വയസ്സായി, അഫ്കോഴ്സ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സെൽഫ് കോൺസെപ്റ്റ് പോയിട്ടാണ് കൊണ്ടുവന്നത്. അതായത് നമുക്കൊരു വേർസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഏർലിയർ സ്റ്റേജിലേക്ക് പോവാ. കിടക്കപ്പായിൽ മൂത്രമൊഴിച്ചു പോവാ. നിങ്ങൾ ഉയരെ സിനിമയിൽ കണ്ടിട്ടില്ലേ, പിന്നെ നമ്മുടെ പാർവതിയുടെ കഥാപാത്രം ഹൈസ്കൂൾ എത്തുമ്പോഴും കിടക്കപ്പായിൽ മൂത്രമൊഴിച്ചു പോകുന്നൊക്കെ, അങ്ങനെ പോകുന്ന അവസ്ഥയൊക്കെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഏർലി സ്റ്റേജിലേക്ക് പോവാ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. Okay, moving back to an earlier stage. When highly stressed, we abandon adult coping strategies and move back to the stage at which we are fixated. That is, if you are stressed and if you are on an oral personality, you may take smoking. Anal character may become even more compulsive and obstinate than usual. Reaction formation, doing or thinking the opposite. Woman who is angry with the boss goes out of her way to be kind and cautious. One of the hallmark of reaction. അടുത്താണ് തെറ്റിപ്പോയതാണ് റിയാക്ഷൻ ഫോർമേഷൻ. അടുത്താണ് നോക്കണം റിയാക്ഷൻ ഫോർമേഷൻ എങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ റിഗ്രഷൻ ആണ് പറയുന്നത് മൂവിങ് ബാക്ക് ടു ഏർലിയർ സ്റ്റേജ്. അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ അഡൾട്ട് കോപ്പിംഗ് മെക്കാനിസം നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താക്കാണ്, ഏർലിയർ സ്റ്റേജിൽ നമ്മൾ എവിടെയാണോ ഫിക്സേറ്റ് ചെയ്ത് കിടക്കുന്നത് ആ സ്വഭാവത്തിലേക്ക് നമ്മൾ എന്ത് പോവാണ്, തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് എന്തെന്ന് പറയാ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ,
ഈ കുട്ടിക്ക് ആ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അപ്പൊ ഈ കുട്ടി ചിലപ്പോൾ ഓറൽ സ്റ്റേജിലേക്ക് ഫിക്സേറ്റഡ്, അതുകൊണ്ടാണ് വീണ്ടും കൈ കുടിക്കുന്നതിലേക്ക് കുട്ടി തിരിച്ചു പോയത്. അതുപോലെ ഇപ്പൊ പാർവതിയുടെ കഥാപാത്രം ചിലപ്പം ആനൽ സ്റ്റേജിലായിരിക്കും ഫിക്സേറ്റഡ്, അതുകൊണ്ടാണ് എന്തായത് കടപ്പക്കപ്പായൽ മൂത്രം ഒഴിച്ച് പോയത്. അതായത് സ്ട്രെസ്ഫുൾ ആയിട്ട് സിറ്റുവേഷൻ അഡൾട്ട് പേഴ്സണാലിറ്റി വെച്ചത് കോപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ ആ കുട്ടി ഫിക്സേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്? ഓക്കെയാണ് മാം. വെരി ഗുഡ്. ഇനി അടുത്തതാണ് റിയാക്ഷൻ ഫോർമേഷൻ. അതായത് ഓപ്പോസിറ്റ് രീതിയിൽ തിങ്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ടും എന്താണ് ഒരു അഡൾട്ടിന് അപ്പം അയാളെ ഇഷ്ടമല്ല, പക്ഷെ അയാള് അതിന് നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക, ഭയങ്കര അയാളോട് സ്നേഹം കാണിക്കുക, അതിനെയാണ് റിയാക്ഷൻ. അതായത് അയാളെ വെറുക്കുന്നത് ഇപ്പൊ എന്താണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അയാളെ വെറുക്കുകയാണ്, ഞാൻ ബുദ്ധിമുട്ടുണ്ടാകും, അപ്പൊ അയാളെ സ്നേഹിക്കുക, നേരെ ഓപ്പോസിറ്റ് കാണിക്കുക. ഗോയിങ് ഓർ ഡൂയിങ് ഓർ തിങ്കിങ് ദ ഓപ്പോസിറ്റിലേക്ക് പോവാ. അതായത് വുമൺ ഹു ഇസ് ആംഗ്രി വിത്ത് ദ ബോസിനോട് ഭയങ്കര ദേഷ്യമാണ്, ഗോസ് ഔട്ട് ഓൺ ഹെർ വേ ടു ബി കൈൻഡ് ആൻഡ് കോഷ്യസ്. വൺ ഓഫ് ദി ഹോൾമാർക്ക് ഓഫ് റിയാക്ഷൻ ഫോർമേഷൻ ഇസ് എക്സസീവ് ബിഹേവിയർ. അതായത് ഈ ഓപ്പോസിറ്റ് എക്സസ് ആയിട്ട് കാണിക്കും. അതായത് ഈ അമ്മായിനെ എനിക്ക് തീരെ ഇഷ്ടമില്ല, അപ്പൊ അമ്മായിനോട് ഭയങ്കര സ്നേഹം കാണിക്കും, അതിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ. അതായത് ഈ ഇഷ്ടമില്ല എന്നുള്ള സാധനം എന്നെ അലട്ടുന്നുണ്ട്, അപ്പൊ എന്റെ മനസ്സ് അതിനെ കുറെ കൂടെ സ്നേഹിക്കുമ്പോൾ ആ അലട്ടൽ എനിക്ക് ബുദ്ധിമുട്ട് കുറച്ചു തരും. അതായത് ഇടവെന്ന് പറയും, തളൻ എന്തെങ്കിലും കഴുത്ത് നിൽക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് അയ്യോ കഴുത്ത് വെച്ചാൽ ഞാൻ പിന്നെ ജയിലിൽ പോകും, അപ്പൊ എന്താക്കാം, അമ്മായിനെ കൂടുതൽ സ്നേഹിക്കാം. ഇതാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി പ്രൊജക്ഷൻ ആണ്, അസ്ക്രൈബിങ് അൺവാണ്ടഡ് ഇമ്പൾസ് ടു സമ്മൺ എൽസ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ പേരില് ഏതാണ് റിപ്രഷൻ ആണോ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഓർമ്മകളെ അൺകോൺഷ്യസിൽ കൊണ്ടിടുന്നതിനാണ് എന്തെന്ന് പറയാ, റിപ്രഷൻ എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ഇഷ്ടമില്ലാത്ത ഓർമ്മകളെ അൺകോൺഷ്യസ് കൊണ്ടിടുന്നതിനാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺവാണ്ടഡ് ഇമ്പൾസ്, നമ്മുടെ മേലേക്ക് വരുന്ന അൺവാണ്ടഡ് ഒക്കെ വേറൊരാളിലേക്ക് എന്താക്കാ പിന്നെ അടിച്ചേൽപ്പിക്കുന്നതിനാണ്. ഈ പ്രൊജക്ഷൻ ഉള്ള ആളുകൾ നമ്മളെ ചുറ്റും തോനെയുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അസ്ക്രൈബിങ് അൺവാണ്ടഡ് ഇമ്പൾസ് ടു സമ്മൺ എൽസ്. ദ അൺഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ് ഹു ഇസ് എക്സ്ട്രീംലി ജലസ് ഓഫ് ഹിസ് വൈഫ് ഓൾവേസ് സസ്പെക്ടിങ് ഷീ മൈറ്റ് ബി അൺഫെയ്ത്ത്ഫുൾ. അതായത് നമ്മളാണ് അങ്ങനെ, എന്നിട്ട് നമ്മൾ എന്താക്കുക, ഇവളായിരിക്കും അങ്ങനെയെന്ന് വിചാരിക്കാം. കണ്ടോ, നോക്കിയേ, ഒരു ഹസ്ബൻഡ് അൺഫെയ്ത്ത്ഫുൾ, അയാൾക്ക് എക്സ്ട്രാ മാരിറ്റൽ ഒക്കെ ഉണ്ട്, എന്നിട്ട് അയാൾക്ക് അയാളെ ഭാര്യയോട് ഭയങ്കര അസൂയാണ്, അയാളെ ഭാര്യ നല്ല ഭംഗിയിട്ട് കാണാൻ, എന്നിട്ട് അയാൾക്ക് എക്സ്ട്രാ മാരിറ്റൽ ഉണ്ടായിട്ടോ അയാൾ പറയാണ് നിനക്കാണ്, എന്നിട്ട് അവളെ സംശയിക്കുക. അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കാണ്, നമ്മൾ ചെയ്യുന്നതിന് മറ്റൊരാളുടെ പെരടിക്ക് അത് കെട്ടിവെക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ പെരടിക്ക് അത് കെട്ടിവെക്കുന്നതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ പ്രൊജക്ഷൻ എന്താന്നുള്ളത്? എനിക്ക് പ്രൊജക്ഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ അടുത്തൊരു കുട്ടി വന്നുകൊണ്ട് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് ഭയങ്കര മോശം, അത് ക്ലിനിക്കിൽ ഇരുന്നുകൊണ്ടാ പറയുന്നത്, ഭയങ്കര മോശപ്പെട്ടിട്ട് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട്, അത് എന്റെ സ്റ്റാഫിനോടാണ്, എന്റെ 2 സ്റ്റാഫ്സിനോടാണ് പറയുന്നത്. എന്നിട്ട് ആ കുട്ടി വന്നിട്ട് നമ്മുടെ ക്ലാസ് വീണ്ടും ജോയിൻ ചെയ്തിട്ടോ. അപ്പൊ ഇവര് വന്നിട്ട് പറയാം, മാം ആ കുട്ടി വീണ്ടും ജോയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചൂടായിരുന്നോ, എന്താണ് നിങ്ങൾ എന്നിട്ട് എന്തിനാ വീണ്ടും വന്ന് ജോയിൻ ചെയ്യുന്നത്? പക്ഷെ നമുക്കത് മനസ്സിലാവും അതെന്താണ് പ്രൊജക്ഷൻ ആണ്. കാരണം അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് എന്താ എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അവരെന്ത് ചെയ്യാണ്, അത് നമ്മുടെ ക്ലാസ്സിന്റെ പെരടിയിലേക്ക് ഇടുന്നതാണ്. അതെന്താണ്? പ്രൊജക്ഷൻ ആണ്. അസ്ക്രൈബിങ് അൺവാണ്ടഡ് ഇമ്പൾസ് ടു സമ്മൺ എൽസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാൻ ഇവിടുന്ന് എത്ര വായിട്ടലച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾ പാസ്സാവുള്ളൂ. നിങ്ങൾ മെനക്കെട്ടാൽ മാത്രമേ, പഠിപ്പിച്ചു തരാൻ മാത്രമേ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നോട്ട്സ് തരാ പഠിപ്പിച്ചു തരാം. പക്ഷെ പഠിച്ചാലും അത് എഴുതി ഫലിപ്പിക്കുക എല്ലാവർക്കും ഒരേപോലെ പറ്റത്തൊന്നുമില്ല. ഇപ്പൊ ഇംഗ്ലീഷ് കുറച്ച് വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഔട്ട്സ്റ്റാൻഡിങ് വാങ്ങാനൊന്നും പറ്റൂല. നിങ്ങളുടെ കഴിവ് എത്രയാണോ അതിന്റെ മാക്സിമം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യെസ്, ട്രൈ ഫോർ ആൻ ഔട്ട്സ്റ്റാൻഡിങ്. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ ട്രൈ ഫോർ A or A+. ഇനി ബിലോ ആവറേജ് ആണെങ്കിൽ ഗോ ഫോർ എ B or B+. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഒരിക്കലും സൈക്കോളജിയിലൊന്നും നിങ്ങളുടെ മാർക്ക് കൊട്ടക്കണക്കിനുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പണിക്കിരിക്കാൻ പറ്റൂല. നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം എന്താണ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ? ഷുവർ ഫാത്തിമ ഫസ്ന, ഐ വിൽ ബി വിത്ത് യു. ഞാൻ പഠിക്കുന്നവരുടെ കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്രത്തോളം മെനക്കെടുന്നു അത്രത്തോളം ഇരിക്കും നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും. അല്ലാണ്ട് എന്നോട് പ്രൊജക്ഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആദ്യം പറഞ്ഞ ജസ്റ്റ് ടോക്കിങ് കേട്ടോ. ഇനിയാണ് റാഷണലൈസേഷൻ. ഫൈൻഡിങ് എ റാഷണൽ എക്സ്പ്ലനേഷൻ ഫോർ സംതിങ് യു ഹാവ് ഡൺ റോങ്. അവൾ എന്നോട് പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, സോ ഞാൻ അവളോട് ഇങ്ങനെ ചെയ്യുന്നു. ടാലി അല്ലേ? അതാണ് റാഷണലൈസേഷൻ. അതായത് നിങ്ങളുടെ തെറ്റിനെ റാഷണൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് ന്യായീകരിക്കുക. അതിനെയാണ് റാഷണലൈസേഷൻ നമ്മളൊക്കെ ചെയ്ത്. പക്ഷെ ഈഗോ അത് എടുക്കുന്നത് നല്ലതാട്ടോ. നമ്മളൊക്കെ സ്വയം ചെയ്യാറുണ്ട്. ഞാൻ അവളോട് ചെയ്തു, പക്ഷെ പണ്ട് അവളോട് ഇങ്ങോട്ട് ചെയ്തില്ലേ, ഒരു പ്രശ്നമില്ല. അപ്പോഴേ നമുക്ക് സമാധാനം വരും. അല്ലെങ്കിൽ ഞാൻ അവളോട് തെറ്റല്ലേ ചെയ്തതെന്ന് ഇട്ട് പറയും, നീ ചെയ്ത് തെറ്റാണ്, നീ ചെയ്ത് തെറ്റാന്ന് നമ്മൾ തുടങ്ങുന്ന ആൻസൈറ്റി. സോ ഈഗോ പറയും, പണ്ട് അവളോട് നിന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്ത് കുഴപ്പമില്ല. സോ നമുക്കൊരു മനസ്സൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? You did not fail the exam because you did not study hard enough, but because the examiner said bad question. കണ്ടോ, ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, ആഫ മാമിന്റെ ക്ലാസ് മോശമായിട്ടാണ്. റാഷണലൈസേഷൻ. അത്താള അല്ലെങ്കിൽ പെണ്ണുകളൊന്നും പഠിപ്പിക്കുന്നില്ല. ഒല്ലും ഞാൻ അങ്ങനെ പറഞ്ഞു. Your boyfriend girlfriend breaks up with you and you rationalize that you never really like him. ഓൻ എന്നെ തേച്ചിട്ട് പോയി, ഓൻ എനിക്ക് പണ്ടേ ഇഷ്ടല്ലേനു, ഓൻ എന്താ കാണാൻ ഒരു മൊച്ചപ്പരികിനെ പോലെ, എനിക്ക് വേണ്ട അല്ലേ, അങ്ങനെയൊക്കെ പറയും. അതെന്താണ്? റാഷണലൈസേഷൻ ആണ്. അതായത് ഒരു റാഷണൽ, നിങ്ങളെന്തോ റോങ്ങിന് അല്ലെങ്കിൽ നമുക്ക് വന്നൊരു ബാഡ് എക്സ്പീരിയൻസ് നമ്മൾ എന്താക്കാണ്? റാഷണലൈസ് ചെയ്യുക. ഇനി ഇന്റലക്ച്വലൈസേഷൻ ഉണ്ട്. Turn the feeling into a thought. The person who finds his or her partner has cancer deal with it by becoming an absolute expert on cancer and focus on the disease intellectually rather than dealing with it emotions. ഏറ്റവും നല്ല ഡിഫൻസ് മെക്കാനിസം ആട്ടോ. കാര്യ ഗൗരവം മനസ്സിലാക്കി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് ഇമോഷണൽ സൈഡിൽ ഞാൻ നോക്കാറേ. ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് ഏറ്റവും പ്രൗഡ് ഓഫ് മൈ ദിസ് കൈൻഡ് ഓഫ് എന്താ പറയാ ഡിഫൻസ് മെക്കാനിസം. എവിടെയാണ് പ്രശ്നം പറ്റിയത്, അതിനെന്തൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം ക്ലാസ് ഡിലേ ആയാലോ അല്ലെങ്കിൽ ഇനി ഇമ്പ്രൂവ് ആവാൻ ഉള്ള കാര്യങ്ങൾക്ക് ഒരാള് വളരെ വാലിഡ് ആയിട്ടൊരു എന്നെ പറ്റി ഒരു എന്താ പറയാ, മാം ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, MSc ഫസ്റ്റ് സെമ്മിന് ഞാൻ റെക്കോർഡിങ്സ് കൊടുക്കായിരുന്നു, ലൈവ് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തു. അങ്ങനെ റെക്കോർഡിങ്സ് ഉണ്ടല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചുകൂടെ എന്താ പറയാ MScക്കാർക്കും എന്താ പറയാ ലൈവ് വേണം, അവർക്ക് ലൈവ് കൊടുക്കണം. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇതുകൊണ്ട് വന്നിട്ടുള്ളത്. സോ എന്താണ് അവിടെ എന്താണ് ഫീലിംഗ് ഇൻ ടു തോട്ട്. അവരെനിക്ക് പൈസ തരുന്നതാണ്, അവരുടെ ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കണം. അതായത് ലൈവും കൂടി പ്രതീക്ഷിച്ചു വരുന്നവർക്ക് ലൈവ് ചിലപ്പോൾ ഇപ്പൊ നോക്കി ആകെ 10-16 പേരെ ഇരിക്കുന്നുള്ളൂ. കാരണം എല്ലാവരും റെക്കോർഡിങ്സിൽ ഓക്കെയാണ്. പക്ഷെ ഈ 10-16 പേരിൽ ലൈവ് കേൾക്കാൻ ആഗ്രഹിക്കുകയും ലൈവിനെ നല്ല ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ അത് കൊടുത്തേ മതിയോ. ഞാൻ സമയം കണ്ടെത്തണം. അവിടെ എന്താണ് നമ്മൾ എന്താണ് അതിൽ എക്സ്പേർട്ട് ആവാൻ. അത് ആ കുട്ടികൾ എന്നെ കുറ്റം പറയുന്നുണ്ട്, ആ കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് കാര്യമുണ്ട്. എന്നിട്ട് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു വേണോ. ഒരു ക്യാൻസർ വന്ന പേഷ്യന്റിന്റെ ഭാര്യ ആ ക്യാൻസറിൽ എക്സ്പേർട്ട് ആവാണ്. എങ്ങനെ വന്നു, ഏത് വന്നു, അതിനൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് വളരെ ഇന്റലക്ച്വൽ ആയിട്ട് പഠിക്കുകയാണ്. ഇമോഷൻസ് വെച്ച് ഡീൽ ചെയ്യുക. അതാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. മൂവിങ് ആൻഡ് ഇമ്പൾസ് ഫ്രം വൺ ഒബ്ജക്ട് ടു അനദർ. അങ്ങാടി തോറ്റേന് അമ്മയോ, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആംഗ്രി വിത്ത് ബോസ്, ഗോ ഹോം ആൻഡ് യെൽ അറ്റ് യുവർ പാർട്ട്ണർ ഓർ കിക്ക് ദ ഡോഗ്. ബോസിനോടുള്ള ദേഷ്യം പോയിട്ട് ഡോഗിനെ കിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഭാര്യനോട് തീർക്കുക. ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സബ്ലിമേഷൻ ആണ്. ട്രാൻസ്ഫോമിംഗ് ഇമ്പൾസ് ഇൻ ടു സംതിങ് കൺസ്ട്രക്റ്റീവ്. ഇതാണ് ഫ്രോയിഡ് സോ ദിസ് ആസ് എ മോസ്റ്റ് അഡാപ്റ്റീവ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ഗോ ഔട്ട് ആൻഡ് ചോപ്പ് വുഡ് വെൻ യു ആർ ആംഗ്രി. കെത്താർസിസ് പോലെ സബ്ലിമേഷൻ. അതായത് ആ ആങ്കർ, നമ്മളെ ദേഷ്യം. ഞാൻ എപ്പോഴും എന്റെ പിള്ളേരോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ദേഷ്യം വന്ന അലമാര അങ്ങോട്ട് ക്ലീൻ ആക്കുക. ഇപ്പൊ ഞാൻ ഇന്നിപ്പം ഹസ്ബൻഡിനോടും മോനോടും പറഞ്ഞിട്ടുള്ളത്, പീരിയഡ്സ് ഫസ്റ്റ് ഡേ ആണ്, എന്റെ പരിസരത്ത് നിൽക്കരുത്, എനിക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളുണ്ട്, രണ്ടുപേരും എന്നെ ചൊറിയാൻ വന്നിട്ട് എടുത്തിട്ട് ഞാൻ അലക്കും, എനിക്ക് നല്ല മൂഡ് സ്വിങ്സും കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഗോ അവേ ഫ്രം മീ. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേര് പ്രാണരക്ഷാസ്ത്രം ഓടിയിട്ടുണ്ട്. അപ്പം അതെന്താണ്, ആംഗ്രി ആവുമ്പം അത് വേറെ രീതിയിൽ. അപ്പം ഞാൻ എന്റെ ഒരു ആങ്കർ മാനേജ്മെന്റ് ഞാൻ പലപ്പോഴും ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, ഞാൻ ആംഗ്രി ആയിരിക്കുമ്പോൾ ഞാൻ മിണ്ടൂല. കാരണം ആംഗ്രി ആയിരിക്കുമ്പോൾ നമുക്ക് എക്സസ് എനർജി ഉണ്ട്.
നമുക്ക് ഒത്തിരി എനർജി ഉണ്ട്. അഡ്രിനാലിൻ ഷൂട്ട് ഔട്ട് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി എനർജി നമുക്കുണ്ട്. ഈ എനർജി നല്ലതിനല്ല ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ എന്താ പറയാ, ആ എനർജി പിന്നെ ഇപ്പം ആ ഹസ്ബൻഡിനോട് ദേഷ്യം പിടിച്ചു, ആ പൊട്ടിത്തെറിക്കാണ്. ആ പൊട്ടിത്തെറിക്ക് നമുക്ക് വേണ്ടത് വേണ്ടാത്തിട്ട് പലതും പറഞ്ഞു. പിന്നെ നമ്മൾ ആലോചിച്ചേ അത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന്. അപ്പൊ ഞാൻ എന്താ അത്രയും പറയേണ്ട അവസരം ഒഴിവാക്കാണ്. അപ്പൊ ഞാൻ ആ ആങ്കർ വരുന്ന സമയത്ത് ഐ ജസ്റ്റ് സിപ്പ് മൈ മൗത്ത്. ഞാൻ ചെയ്യാ എന്റെ എനർജി വേറെ എന്തിനെങ്കിലും യൂട്ടിലൈസ് ചെയ്യും. മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാ, ആദ്യമൊക്കെ ഞാൻ എന്താ പറയാ ആ എനർജി വെച്ചിട്ട് കിടന്നാ പോകില്ല കേട്ടോ. ആദ്യം കിടന്നു നോക്കും, കുറച്ച് കിടന്നു കഴിഞ്ഞാൽ മാറേക്കും, ഫോണിൽ സ്ക്രോൾ ചെയ്യും. പക്ഷെ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പലരും പിന്നീട് ആ സമയത്ത് ഈ ആങ്കറിന് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റീൽസ് ആണ് കാണാം. അപ്പൊ ആങ്കർ ഒന്നും കൂടി നിങ്ങൾക്ക് വന്നിട്ടുണ്ടോന്ന് അറിയില്ല, അങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബൂസ്റ്റ് ചെയ്യുന്ന പോലെ കുറച്ച് റീൽസ് ആയിരിക്കും നമ്മള് മുന്നിൽ വരാം. അപ്പൊ ഈ ആങ്കർ ഞാൻ അതൊന്നും ചെയ്യത്തില്ല. ഐ ജസ്റ്റ് ഡു സംതിങ് പ്രൊഡക്റ്റീവ്. ഞാൻ ചെയ്യാ, ഒന്നെങ്കിൽ എന്റെ ബാൽക്കണി ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്റെ വാഷ്റൂം ക്ലീൻ ചെയ്യും, ഒന്നും അല്ലെങ്കിൽ ഞാൻ എന്റെ അലമാര ക്ലീൻ ചെയ്ത് വെക്കും. അപ്പം നന്നായിട്ട് ആങ്കർ വെച്ചിട്ട് ഇപ്പൊ കുറെ ദിവസമായിട്ട് എനിക്ക് ആങ്കറും ദേഷ്യമൊന്നും കുറെ ദിവസം വരാറില്ല. കാരണം വെരി ബിസി. എനിക്ക് ദേഷ്യം പിടിക്കാനോ ദേഷ്യം വരാനുള്ള സമയമില്ല. ഇപ്പൊ നിങ്ങൾ എന്റെ റൂമിൽ പോയാൽ കാണാം ഹട്ടിയിലെ ഡ്രസ്സൊക്കെ ബെഡിലിരിക്കുന്നത്, ജയിന്റെ ബെഡിലൊക്കെ ഇരിക്കുന്നത് എടുത്തു വെക്കാനുള്ള സമയം. അപ്പൊ ഞാൻ ചിലപ്പോൾ ആരെങ്കിലും എന്നും ദേഷ്യപ്പെടും, എന്നാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കിട്ടായിരുന്നു. അപ്പം എനിക്ക് ആ ദേഷ്യം വന്നാൽ ഐ ജസ്റ്റ് യൂസ് ഇറ്റ് ആസ് പ്രൊഡക്റ്റ്. സോ ഞാൻ എന്ത് ചെയ്യും, ആ എനർജി കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ അപ്പൊ ഒന്ന് ടയേർഡ് ആയി കഴിഞ്ഞാൽ അപ്പത്തിനും ഞാൻ ഓക്കെ ആയിട്ടുണ്ടാവും. പിന്നെ റാഷണൽ ആയിട്ട് ചിന്തിക്കും. എന്നിട്ട് എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് സേ സോറി. ഇനി അപ്പുറത്തെ ആളുടെ ഭാഗത്താണ് എനിക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പോയിട്ട് പറയും, നീ അങ്ങനെ പറഞ്ഞോണ്ടാട്ടോ, മോനോടാണ് ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഹേർട്ടായി, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് എന്റെ ബാക്കിയുള്ള വർക്ക്സ് ഒന്നും നടന്നില്ല എന്ന് പറയും. ആ സമയത്ത് എന്താ, കേൾക്കുന്ന ആൾക്കും അത് നല്ല രീതിയിൽ എടുക്കാനും പറ്റും. നമ്മൾ പറയുന്ന കുറച്ചുകൂടി റാഷണൽ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പല മെത്തേഡ്സും ഉണ്ട്. സപ്ലിമേഷനിൽ നിങ്ങൾക്ക് എഴുത്തിലൂടെ നിങ്ങളുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് കവിതയായിട്ടും കഥയായിട്ടും ജേർണലായിട്ടും. ഞങ്ങളുടെ പേഷ്യൻസിന് പോലും പറഞ്ഞു കൊടുക്കല് ജേർണൽ ചെയ്യാനാണ്. നിങ്ങളുടെ ആ സമയത്തുള്ള തോട്ട്സ് എഴുതി കഴിയുമ്പോൾ കുറെ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും. നല്ല വിഷമിച്ചിരിക്കുക, ഒരാളോട് പറയാനില്ല, ജസ്റ്റ് റൈറ്റ് എ ജേർണൽ. നിങ്ങൾക്ക് കുറെ ആശ്വാസം ഉണ്ട്. ട്രൈ ഇറ്റ്, എ വെരി വെരി ഗുഡ് ഡിഫൻസ് മെക്കാനിസം ആൻഡ് എ വെരി ഗുഡ് തെറപ്യൂട്ടിക് ആണ് എന്ത് നമ്മുടെ എന്തെങ്കിലും രീതിയിൽ. കണ്ടോ, Freud believed that the greatest achievement in civilization were due to effective sublimation of sexual and aggressive urges. And sublimation ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രോയിഡ് വിശ്വസിച്ച്. ഓഫ് കോഴ്സ് ഞാൻ അതന്നെ വിശ്വസിക്കുന്നുണ്ട്, കാരണം എനിക്ക് ഭയങ്കരമായിട്ടും എന്താവാറുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റാം. സോ സപ്ലിമേഷൻ എന്താണ്, ഇമ്പൾസിനെ കൺസ്ട്രക്റ്റീവ് ആയിട്ട്, അതെന്തും ആവാം, കൺസ്ട്രക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഇസ്ലാമിക്കില് പറയുന്നുണ്ട് കേട്ടോ, വളരെ സത്യമായിട്ടുള്ള കാര്യം. ഇസ്ലാമില് പറയുന്നുണ്ട്, നിങ്ങൾ ദേഷ്യം വന്നാൽ പിന്നെ ഒരു ചാൻ നടക്കൂ, സംസാരിക്കരുത്. എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ എന്താ, ആ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി എന്താവുന്നുണ്ട്, നമ്മള് ആ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ദേഷ്യം കുറയും. യെസ്, യു ക്യാൻ യൂസ് ഇറ്റ്, അതും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ, ഏത് രീതിയിലാണോ അതിനെ ചാനലൈസ് ചെയ്ത് വിടാൻ വേണ്ടി നോക്കുക. ഇനി എനിക്ക് പറയാനുള്ളത് ഫ്രോയിഡിന്റെ വലിയൊരു കോട്ടാണ്, അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻ നെവർ ഡൈ, ദേ കം വേഴ്സ്ലി. നിങ്ങൾ ഒരാളോട് ദേഷ്യം വന്നു, നിങ്ങളത് പ്രകടിപ്പിച്ചില്ല, അത് അവിടെ കിടക്കും, അത് ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ആ വരുന്നത് വളരെ വേഴ്സ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരാൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ തോന്നിയ ദേഷ്യത്തിൽ പറയാതിരിക്കുക. നിങ്ങളൊന്ന് അത് കാം ഡൗൺ ആയി, നിങ്ങളൊന്ന് സ്റ്റേബിൾ ആയ സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യുക. എക്സ്പ്രസ് ചെയ്യാത്ത പക്ഷം that will lie there. Unexpressed emotions അവിടെ കിടക്കും, അത് വേഴ്സ്റ്റ് ആയിട്ട് തിരിച്ച് വരും. ഓക്കെ ആണോ? ഓക്കെ മാം. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. അത് പറയുന്നതിന് മുന്നേ എല്ലാ ഡിഫൻസ് മെക്കാനിസം ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ട്. ഏതൊക്കെയുണ്ട്? ഡിനയല്, റിപ്രഷൻ, റിഗ്രഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, ഇന്റലക്ച്വലൈസേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, സബ്ലിമേഷൻ, റിയാക്ഷൻ, ഫോർമേഷൻ. 9 എണ്ണാണ്. ഇനി പേഴ്സണാലിറ്റി, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി.
ഫ്രോയിഡ് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആർ ലൈക്ക് അതർ സ്റ്റേജ് തിയറി. സ്റ്റേജ് തിയറി അതായത് എങ്ങനെയാണ് ഒരാൾക്ക് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് സ്റ്റേജ് വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. Completed in predetermined sequence and can result in either successful completion or healthy personality, or can result in failure leading to an unhealthy personality. Stage by stage ആണ്. ഓരോ സ്റ്റേജും സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ കംപ്ലീഷൻ അല്ലെങ്കിൽ ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു സ്റ്റേജ് പിന്നെ ഫെയിൽ ആയി ഫിക്സേറ്റ് ആയി കഴിഞ്ഞാൽ എന്താവും? അൺസക്സസ്ഫുൾ അല്ലെങ്കിൽ അൺഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് മാറും. This theory is probably the best known as well as most controversial ആണ്. നമ്മുടെ ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ബെസ്റ്റ് നോൺ ആണ്, കോൺട്രവേഴ്ഷ്യൽ ആണ്. അറിയാലോ, ഈഡിപ്പസും ഇലക്ട്രയും നമ്മള് ഫസ്റ്റ് സെം മുതൽ പഠിക്കുന്നതാണ്. As Freud believed that we develops through stages based upon a particular erogenous zone. ഓരോ സ്റ്റേജിലും അദ്ദേഹം പറഞ്ഞ ഒരു സോൺ ഉണ്ട്, എറോജീനിയസ് സോൺ ഉണ്ട്, ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗൻ പ്ലഷർ കൃത്യമായിട്ടും അനുഭവിക്കണം. ആ പ്ലഷർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. During each stage, an unsuccessful completion means that a child becomes fixated on that particular erogenous zone and either overindulges or underindulges once he or she become an adult. കണ്ടോ, ഓരോ എറോജീനസ് സോണും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ആ ഒരു ഓർഗനിൽ നിങ്ങൾ ഫിക്സേറ്റഡ് ആവും. എന്നിട്ട് പിന്നെ അണ്ടർ ഇൻഡൾജ് ആയിട്ടോ ഓവർ ഇൻഡൾജ് ആയിട്ടോ അത് മാറും. എപ്പോ? നിങ്ങൾ അഡൽട്ട് എന്നാണ്. Adult personality characteristics are determined by what happened to us during each stage and how successful we are getting through the period. കണ്ടോ, ഒരാളുടെ അഡൽട്ടിലെ പേഴ്സണാലിറ്റി എങ്ങനെയാ തീരുമാനിക്കപ്പെടുന്നത്? ഈ 5 സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെ റിസോൾവ് ചെയ്തു അതനുസരിച്ചിട്ട് നിങ്ങളുടെ അഡൽട്ടിലെ പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. It is possible to get stuck at a particular stage and not progress beyond that point, a process Freud termed as fixation. കണ്ടോ, ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റക്ക് ആവുന്നതിന് ഫ്രോയിഡ് പറഞ്ഞ പേരാണ് ഫിക്സേഷൻ. It is also possible when things so badly at a later stage to retreat or go back an earlier stage of development, which Freud termed as regression. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ ഈ ഫിക്സേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് നമ്മൾ മടങ്ങി പോകാനുള്ള ചാൻസ് പോലും ഉണ്ട്. അതിനെയാണ് അദ്ദേഹം റിഗ്രഷൻ എന്ന് പറയുന്നത്. ഈ 5 സ്റ്റേജ് നമുക്ക് വളരെ വിശദമായിട്ട് അറിയുന്നതാണ്. ഓറൽ, ആനൽ, ലാറ്റൻസി, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെർട്ടൽ. ഫസ്റ്റ് വൺ ആണ് ഓറൽ സ്റ്റേജ്. ബർത്ത് മുതൽ 18 മാസം വരെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് മൗത്ത് ആണ് എറോജീനിയസ് സോൺ. അവിടെ എന്താണെന്നറിയോ, 2 ഘട്ടമായിട്ട് പറയുന്നുണ്ട്. അതായത് മൗത്തിന്റെ പ്ലഷർ അത് സക്കിങ്ങിലൂടെയാണ് കിട്ടുന്നത്. അപ്പൊ ആ സക്കിങ് ക്ലിയർ ആയിട്ട് കിട്ടണം. അതായത് പാല് കുടിക്കുക, പാല് എന്ന് വെച്ചാൽ മുലപ്പാൽ എന്ന് പറയുന്നില്ല, ഏതായാലും മതി. അതായത് ഫോർമുല മിൽക്കോ ബോട്ടിൽ മിൽക്കോ കൊടുത്തു വെച്ചിട്ട് കുട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. അപ്പൊ എല്ലാ അമ്മമാർക്കും പാലുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പം അവിടെ എന്താണെന്നറിയോ, എപ്പോഴാണ് ഫിക്സേറ്റഡ് ആവുക? 3 മാസത്തിന് മുന്നേ നിങ്ങൾ സോളിഡ്, 3 മാസം കൊണ്ട് സോളിഡ് കൊടുക്കരുത്. ഈ 6 മാസം മുലപ്പാല് മാത്രം കൊടുക്കണം. 6 മാസത്തിൽ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 6 മാസം 8 മാസം വരെ മുലപ്പാല് മാത്രം കൊടുക്കാനും പാടില്ല. അതായത് കൃത്യമായിട്ട് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വെറും അതാണ് എല്ലാവർക്കും ഡൗട്ടാണ്, എന്താണ് ഈ സക്കിങ്ങിൽ ഫിക്സേറ്റഡ് ആവുക എന്ന് പറയുന്നത്. ഒരിക്കലും 3 മാസം കഴിഞ്ഞ ഉടനെ പലരും സോളിഡ്സ് കൊടുത്ത് ചെയ്യരുത്. 6 മാസം വരെ മുലപ്പാല് മാത്രമാണ്. 6 മാസം കഴിഞ്ഞ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം? സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്, മുന്നേ ചെയ്താലും പ്രശ്നമാണ്. This is the first stage of psychosexual development. Newborn babies are initially limited to sucking and drinking. അവർക്ക് ആകെ ചെയ്യുന്ന പരിപാടി സക്ക് ചെയ്യുക, ഡ്രിങ്ക് ചെയ്യുക എന്ന് മാത്രമാണ്. The sexual instinctual drive is therefore focused around mouth. അവരുടെ പ്ലഷർ ഏരിയ ആയിട്ട് ഇറോജീനസ് സോൺ ആയിട്ട് മൗത്തിനെയാണ് പറയുന്നത്. Initially in passive sucking and chewing. During this stage, the child is focused on oral pleasure sucking. Too much or too little gratification can result in an oral fixation or oral personality. ഒരുപാട് നമ്മളെ 6 മാസത്തിന് ശേഷം സോളിഡ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ, കുറെ സക്കിംഗ് ആയിട്ട് വരും. 3 മാസം മുന്നേ നിങ്ങൾ 3 മാസം കഴിഞ്ഞ ഉടനെ സോളിഡ് ആവുമ്പോൾ എന്താ, സക്കിംഗ് കുറയാണ്. അപ്പം ടൂ മച്ച് ആയാലും ടൂ ലിറ്റിൽ ആയാലും യു വിൽ ഗെറ്റ് ഫിക്സേറ്റഡ്. ഓക്കെ, അവിടെ എന്താവും? ഓറൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. വിച്ച് എവിഡൻസ് ബൈ എ പ്രീഓക്കുപേഷൻ വിത്ത് ഓറൽ ആക്ടിവിറ്റി ആണ്. This type of personality may have a stronger tendency to smoking വരാം, drink alcohol, overeat, bite his or her nail. ഇങ്ങനെയൊക്കെയാണ് അവർ ഫിക്സേറ്റഡ് ആയ നമുക്ക് പിൽക്കാലത്ത് അഡൽട്ട് ആയാൽ വരുന്ന പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ്? സ്മോക്ക്, ഡ്രിങ്ക് ആൽക്കഹോൾ, ഓവർ ഈറ്റ്, ബൈറ്റ് ഹിസ് നെയിൽസ് ഓർ അങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി വൈസ് ദിസ് ഇൻഡിവിജ്വൽ മേ ബിക്കം ഓവർലി ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഭയങ്കര ഡിപ്പെൻഡന്റ് ആവാം, ഗില്ലിബിൾ ആവാം,
ഒരു പെർപ്പച്വൽ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട്. ഇതാണ് ഓറൽ സ്റ്റേജും ഓറൽ സ്റ്റേജിന്റെ ഫിക്സേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ ഫസ്റ്റ് വൺ ആണ്. അതായത് മൗത്ത് ആണ് എറോജീനസ്. സക്കിങ്ങിലൂടെയാണ് കുഞ്ഞ് എന്ത് കണ്ടെത്തുക? പ്ലഷർ കണ്ടെത്തുക. ആ സക്കിങ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയാലും കുറഞ്ഞാലും കുട്ടി ഫിക്സേറ്റഡ് ആയി പോവും എന്നാണ് പറയുന്നത്. അതായത് ഒരു 8 മാസത്തോളം നിങ്ങൾ മുലപ്പാല് മാത്രം കൊടുത്താൽ 10 മാസം മുലപ്പാല് മാത്രമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സോളിഡ്സ് വളരെ കുറവാണ്, കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സക്കിങ് ആണ് കൂടുതൽ, അവിടെ ഫിക്സേറ്റഡ് ആവും. 3 മാസം ആകുമ്പോൾ നിങ്ങൾ സോളിഡ്സ് കൊടുത്തു തുടങ്ങി. അപ്പൊ എന്താണ്? സക്കിങ് കുറഞ്ഞു. കാരണം ഓൾറെഡി വിശപ്പാടങ്ങും കുട്ടി അങ്ങനെ സക്ക് ചെയ്യൂലല്ലോ, അപ്പോഴും ഫിക്സേറ്റഡ് ആവും. ഒരിക്കലും 5 മാസത്തിന് മുന്നേ, 5 മാസത്തിൽ 6 മാസം 5 മാസത്തിന് മുന്നേ ഒരിക്കലും സോളിഡ്സ് കൊടുക്കരുത്. ഭയങ്കര അൺഹെൽത്തി ആണ്, ഫിസിക്കലി അൺഹെൽത്തി ആണ്. ഈ പറയുന്ന പോലെ തന്നെ ഫിക്സേറ്റഡ് ആവാനുള്ള ചാൻസും. ഇനി അങ്ങനെ കൂടിയോ, അതായത് സക്കിങ് കൂടുതലോ കുറവോ ആണെങ്കിലും കുട്ടി ഫിക്സേറ്റഡ് ആവും. ആ കുട്ടി അഡൾട്ട് ആയാൽ ഒന്നെങ്കിൽ എന്താണ് സ്മോക്ക്, ആൽക്കഹോള്, നഖം കടിക്കുക എന്നൊക്കെ ഉള്ളത് വരും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി അവർ ഭയങ്കര ഡിപ്പെൻഡഡ് ആയിരിക്കും, ഗില്ലിബിൾ ആയിരിക്കും, പെർപ്പച്വൽ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് മാറാൻ വേണ്ടി. ഓക്കെ ആണോ? ആരാന്നിതാ നിന്റെ കൂടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത്? ഹായ് മാമ. ഓക്കെ. ഇനി ആനൽ സ്റ്റേജ്. ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 18 മാസം മുതൽ 3 years വരെയാണ്. ഇത് നിങ്ങളൊക്കെ അപ്കമിങ് മദേഴ്സ് ആണ്, ശ്രദ്ധിക്കണം. ഹാർഷായിട്ടും ഭയങ്കര എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യരുത്. അതായത് ഹാർഷായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയും മൂത്രമൊക്കെ അപ്പിടുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുക, കുത്തുക, കുട്ടീനെ ഭയങ്കര ഷൗട്ട് ചെയ്യുക, അതാണ് ഹാർഷ്. സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സോപ്പിട്ട് ഭയങ്കരമായിട്ട് കേക്ക് കൊടുക്കുക, ഭയങ്കര അവിടെ ചെയ്യരുത്, ഇവിടെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഈ OCP ആൻഡ് OC ആയിട്ടുള്ള മദേഴ്സ് ആണ് ഈ രണ്ടാമത്. രണ്ടാണെങ്കിലും കുട്ടി ഫിക്സേറ്റഡ് ആണ്. കാരണം ആനൽ സ്റ്റേജിൽ കുട്ടി എന്താണ്? വേസ്റ്റ് ഡിസ്പോസലിലൂടെയാണ് എന്ത് കണ്ടെത്താ? പ്ലഷർ. അതായത് യൂറിനേറ്റും സ്റ്റൂൾ പാസിങ്ങിലൂടെയാണ് കുട്ടി എന്ത് കണ്ടെത്താ? പ്ലഷർ കണ്ടെത്താ. The anal stage, which occurs in toddlers, is subdivided into 2 phases. The expelling period, in which child derives pleasure in expelling feces, കണ്ടോ, മലവിസർജനത്തിലൂടെയാണ്. And the retentive period ഉണ്ട്, in which they derive pleasure from stoning it. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അതിലും അവർ ആനന്ദം കണ്ടെത്തും. ഒന്ന് അവിടെ ഇവിടെ ഇടുന്നത്, ഒന്നത് സ്റ്റോർ ചെയ്യുക, അതായത് അവിടെ ഇവിടെ അവരുടേതായിട്ടുള്ള ചില പരിപാടികൾ. The anal stage coincides with the toilet training in the child, and it is marked by the conflicts with the parents about complaints and defiance. Thus, the child focus of pleasure in the stage is on eliminating and retaining feces. കണ്ടോ, മലവിസർജനത്തിലൂടെയാണ് ശരിക്കും അവരത് പുറത്തോട്ട് എടുക്കുന്നത്. Through society's pressure, mainly via parents, the child has to learn to control anal stimulation. കാരണം ഈ പ്രഷറും കാരണങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്യപ്പെടേണ്ടി വരികയാണ്. അവിടെ ഇടരുത്, ഇവിടെ ഇടരുത്, അങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടേണ്ടി വരികയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? In terms of personality, the after effect of an anal fixation during the stage can result in an obsession with the cleanliness. ഇങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ അവരെന്താവും? ഭയങ്കര നീറ്റ്, വൃത്തിയിലേക്ക് പോകും. ക്ലെൻലിനെസ്, പെർഫെക്ഷൻ, OCP ട്രൈറ്റ്സ് ഒക്കെ വരും. അതുപോലെ കൺട്രോൾ പേഴ്സണാലിറ്റി, ഭയങ്കര റിജിഡ് പേഴ്സണാലിറ്റി ആയിട്ട്. അല്ലെങ്കിൽ ഓൺ ദ ഓപ്പോസിറ്റ് എൻഡ് ഓഫ് സ്പെക്ട്രം ദേ ബിക്കം മെസ്സി ഓർ ഡിസോർഗനൈസ്ഡ്, ആനൽ എക്സ്പൾസീവ്. അതായത് നിങ്ങൾ ഹാഷ് ആയിട്ടാണ് കുട്ടി, അടിയും കുത്തൊക്കെ ആണെങ്കിൽ കുട്ടി എന്താ പറയുക? തീരെ വൃത്തി മെനയില്ലാണ്ടാവും. ഇനി ഭയങ്കര വൃത്തിയിലാണ് ചെയ്യിക്കുന്നതിൽ കുട്ടി എന്താവും? ക്ലെൻലിനെസ്, പെർഫെക്ഷൻ, കൺട്രോളിലേക്ക് മാറുകയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ഓരോ പ്രാവശ്യവും ബാത്റൂമിൽ പോയാലും പോട്ട് ചെയ്താലും കുളിപ്പിക്കുന്ന ഒരു മദറിനെ എനിക്ക് അറിയാം. കുട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും. ഒരു 5 വയസ്സ് വരെ അത് ചെയ്തിട്ടുണ്ട്. ഓരോ വട്ടം പോയെങ്കിലും കുളിപ്പിച്ചിട്ടേ പിന്നെ പുറത്തെടുക്കത്തുള്ളൂ. ഒരു കുട്ടീനെ അവസ്ഥ നാലച്ചൊക്കെ ഓഫ്കോഴ്സ് നല്ല ബുദ്ധിമുട്ടുകൾ. ഇതാണ് ആനൽ സ്റ്റേജിന്റെ പ്രത്യേകത. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി പറയാൻ പോകുന്ന സ്റ്റേജ് പലർക്കും ദഹിക്കില്ല. ഏറ്റവും കൂടുതൽ ഫ്രോയിഡിന് എന്താ പറയാ, പിന്നെ അടിമേടിക്കല്ല, ക്രിറ്റിസിസം മേടിച്ചു കൊടുത്ത സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ്. അതായത് അവർക്ക് ഈ സമയം ഓറൽ എവിടെയാണ്? മൗത്ത് ആണ് എറോജീനസ് ആണ്, ആനലില് ഏനസ് ആണ് എറോജീനസ് ആണ്. ഇവിടെ ഫാലിക് സ്റ്റേജിൽ കുട്ടിക്ക്
കുട്ടിയുടെ സ്വന്തം ജെനിറ്റൽസ് ആയിരിക്കും എറോജീനിയസ് സോൺ എന്നാണ്. അതായത് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവന്റെ പെനീസ് തന്നെ ആയിരിക്കും എറോജീനിയസ് സോൺ, പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് അവളുടെ വജൈന ആയിരിക്കും എറോജീനിയസ് സോൺ. The phallic stage is one of the most significant in Freudian model. The pleasure zone switches to genitals. Children obtain pleasure from stimulating their genital and begin to discriminate between the sex roles of their parents. ഈ ഒരു സമയത്താണ്, അതായത് വയസ്സ് നോക്കിക്കേ 3 to 6, ഈ സമയത്താണ് അവരുടെ സ്വന്തം ജെനിറ്റൽസിൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഹാൻഡ് ഷവർ ഒക്കെ കുട്ടികൾ കുറെ നേരം യൂസ് ചെയ്യുന്നൊക്കെ കാണാം അവരുടെ ജെനിറ്റൽസിന് വേണ്ടിയിട്ട്. അവരുടെ ജെനിറ്റൽസിന് ഹാൻഡ് ഷവർ യൂസ് ചെയ്യുന്നത്, അതുപോലെ അവരെന്നെ അവരുടെ ജെനിറ്റൽസ് തൊട്ട് നോക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ ആ സമയത്ത് അവർക്ക് അതാണ് പ്ലഷർ സോൺ. നിങ്ങളൊന്ന് കുട്ടികളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ മതിക്കും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പെൺകുട്ടികളാണെങ്കിൽ സാരി ഉടുത്ത് കുട്ടീനെയൊക്കെ ആയിട്ട് നടക്കുക, ആൺകുട്ടികളാണെങ്കിൽ കാർ ഓടിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതായത് സെക്സ് റോൾസ് ഒക്കെ അവർ തിരിച്ചറിയുന്ന, പാരന്റ്സിനെയൊക്കെ അവർ തിരിച്ചറിയുന്ന സമയം, അല്ലെങ്കിൽ പാരന്റ്സിന്റെ റോൾ, അതായത് മെയിൽ ഫീമെയിൽ സാധനങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്ന സമയം കൂടെയാണ്. Initially, a child in the phallic stage will definitely with the parent of the opposite sex is what is known as Oedipus complex, possess that the child's urges seek an external object. അതായത് ആൺകുട്ടിക്ക് അമ്മയോടൊരു പ്രണയവും അച്ഛനോട് ഒരു എന്താ പറയാ പേടിയും. അതായത് അമ്മയോടുള്ള പ്രണയം അച്ഛൻ അറിഞ്ഞാൽ, ഇത് അൺകോൺഷ്യസ് ആണ്, കോൺഷ്യസ്ലി അല്ല, കുട്ടിക്ക് അറിയില്ല, അൺകോൺഷ്യസ് നടക്കുന്നതാണ്. നിങ്ങൾ അറിയില്ല 3 വയസ്സുള്ള ആൺകുട്ടിക്ക് അമ്മയോട് പ്രണയം, അൺകോൺഷ്യസ് ആനാണ്. The Oedipal phase of the phallic stage is also give way to in which identification with the same-sex parent occurs. Such identification helps to form perception of gender roles and personality. അപ്പൊ അവരെന്താക്കാന്ന് ചെയ്യുക, അപ്പൊ അമ്മനോടാണ് എന്ത് അട്രാക്ഷൻ, അതായത് അമ്മയോട് പ്രണയം, അപ്പൊ അച്ഛനെ പോലെ ആവാൻ ശ്രമിക്കും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനാണ്. സോ അച്ഛന്റെ ആ ഒരു ജെൻഡർ റോൾസ് ഒക്കെ കുട്ടിയെടുക്കാൻ അൺകോൺഷ്യസ് ആട്ടോ, കോൺഷ്യസ് സാധനമേ അല്ല. Freud believed that during this stage, boys develop unconscious sexual desire for their mother. Unconsciously, sexual desire അമ്മയോട് ഉണ്ടാവും. Later, it was added that girls go through a similar situation, developing unconscious sexual attraction to their father. ആദ്യം പറഞ്ഞ ആൺകുട്ടികളുടെ കാര്യം മാത്രമാണ്. അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മദറിനോട് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഫ്രോയിഡിനോട് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആൺകുട്ടികളാണ്, പിന്നീട് പെൺകുട്ടികളതും പറഞ്ഞ് അദ്ദേഹം അതിനെ വിളിച്ചത് ഇലക്ട്രാ കോംപ്ലക്സ് എന്നാണ്. ഓൾ ദ ഫ്രോയിഡ് ഇതിനെ വല്ലാണ്ട് അംഗീകരിച്ചിട്ടില്ല കേട്ടോ. പെൺകുട്ടികൾ, ഫ്രോയിഡ് ഒരു മെയിൽ ഓറിയന്റഡ് തിയറിയാണ്. ഫ്രോയിഡ് പെൺകുട്ടികൾ അതാണല്ലോ കാരൻ ഹോണി പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞു പിന്നെ പെൺകുട്ടികൾക്ക് പെനീസ് എൻഡി ആണെന്ന്, അതായത് എനിക്ക് പെനീസ് ഇല്ലല്ലോ എന്നുള്ള സങ്കടമാണെന്ന് ഫ്രോയിഡ് പറഞ്ഞു. അപ്പൊ കാരൻ ഹോണി പറഞ്ഞു, ഞങ്ങൾക്ക് പെനീസ് എൻഡി അല്ല, നിങ്ങൾക്ക് വൂംബ് എൻഡി ആണ്, ഗർഭപാത്രം ഇല്ലാത്ത എൻഡി നിങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രാ കോംപ്ലക്സ് ശരിക്കും ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് അല്ല. ഫ്രോയിഡ് അതിനെ ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. അത് ബോയ്സിന് മാത്രമുള്ള കാര്യമാണ് ആര് പറഞ്ഞത്? ഫ്രോയിഡ് പറഞ്ഞത്. Freud believed that during the stage, boys develop unconscious sexual desire for their mother. Because of this, boy considered the father as a competitor of mother's affection. Later, it was added that girls go through a similar situation, developing unconscious sexual attraction to their father. Although Freud strongly disagreed with this, it has been termed as electra complex by most recent psychoanalysts. Freud in the electra complex, recent psychoanalysts. According to Freud, out of the fear of castration and due to strong competition of his father, boys eventually decide to identify with their father rather than fight him. കണ്ടോ, ഈ അമ്മയോടുള്ള പ്രണയം കൊണ്ട് കുട്ടിക്ക് പേടിയത് അറിഞ്ഞ അച്ഛനെങ്ങാനും എന്റെ പെനീസ് ചെത്തിക്കളയുമോ, അതിനെയാണ് എന്തെന്ന് പറയാ, കാസ്ട്രേഷൻ ആൻസൈറ്റി എന്ന് പറയും. എന്നിട്ട് അവരെന്താക്കും, അച്ഛനോട് കോമ്പീറ്റ് ചെയ്യാതെ അച്ഛനെ പോലെ ആവാൻ ശ്രമിക്കും. അപ്പൊ അമ്മയ്ക്ക് എന്നോട് അട്രാക്ഷൻ വരുമല്ലോ എന്നുള്ളത്. എവറിത്തിങ് ഇസ് അൺകോൺഷ്യസ് ജോ, ഇതിലുള്ള എല്ലാം അൺകോൺഷ്യസ് ആണ്. By identifying with the father, the boy develops masculine characteristics and identifies himself as a male and represses his sexual feelings towards his mother. കണ്ടോ, അങ്ങനെ ബോയ് എന്താ ചെയ്യുന്നത്, അച്ഛനെ പോലെ ആവാൻ ശ്രമിക്കും, അച്ഛനെ പോലെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കും, അതിലൂടെ അമ്മയോടുള്ള സെക്ഷൽ ഫീലിങ്സ് റിപ്രസ് ചെയ്യും. A fixation at this stage could result in sexual deviancies, both are over-indulging and avoidance. ഇതൊക്കെ കുട്ടി കാണിക്കും, കുട്ടീനെ സ്വന്തം ജെന്റിൽസ് തൊടാണോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഹാർഷായിട്ടൊക്കെ പെരുമാറാണോ, അല്ലെങ്കിൽ കുട്ടിക്ക് ഫാദറിന്റെ മദറിനെ ആ സമയത്ത് ഒരു കെയറോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സെക്ഷൽ ഡിവിയൻസീസ് ഒക്കെ വരാനാണ് ചാൻസ്. ആൻഡ് വീക്ക് ഓർ കൺഫ്യൂസ്ഡ് സെക്ഷൽ ഐഡന്റിറ്റിയും വരാനുണ്ട്. അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ സെക്ഷൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ റോൾ
അടിച്ചൊക്കെ വരാനില്ലാത്ത ചാൻസ്, ഒരു പാരന്റ് മാത്രമാണ് വളർത്തുന്നതെങ്കിലൊക്കെ ഇത് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് സൈക്കോ അനാലിസ്റ്റുകൾ പറയുന്നത്. ഇതിൽ നിന്ന് പുതിയൊരു അറിവ് എന്താണ്? ശരിക്കും ഇലക്ട്ര കോംപ്ലക്സ് ഫ്രോയിഡിന്റെ എന്താണ് കോൺസെപ്റ്റ് അല്ല, അത് റീസെന്റ് സൈക്കോ അനാലിസ്റ്റുകൾ കൊണ്ടുവരുന്ന. ഓക്കെ ആണോ? നമ്മുടെ ഫാലിക് സ്റ്റേജ് പറഞ്ഞേ, ഓക്കെ ആണോ? ഇനി ലാറ്റൻസി ആണ്. ഒരു ജെനിറ്റൽ ഒരു ഓർഗനും ഇല്ലാത്ത ഒരു സ്റ്റേജ്, എറോജീനിയസ് സോൺ ഇല്ലാത്ത ഒരു സ്റ്റേജ് ആണ് ലാറ്റൻസി സ്റ്റേജ്. നിങ്ങൾക്ക് ഈ സമയം കുട്ടികളെ ഐഡന്റിഫൈ ചെയ്താൽ മനസ്സിലാവും. 6 to puberty വരിക, ആ സമയത്ത് അവർ സ്വന്തം ജെൻഡറിലുള്ള കുട്ടികളോട് കൂട്ടുകൂടാ, കളിക്കുക, അതുപോലെ തന്നെ പിന്നെ കൂട്ടുകൂടാ, കളിക്കുക, അവര് സോഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയമാണ്. The latency stage occurs before the onset of puberty and is marked by dormancy of the libido. Libido ഒരു എന്താ പറയാ, കുറച്ചുകൂടെ ഒന്ന് സെക്ഷൽ എനർജി അത്ര ഇല്ലാത്തൊരു സമയം, ലിബിഡോ ഒരു കുറവുള്ള സമയം. സെക്ഷൽ ആൻഡ് അഗ്രസീവ് ഡ്രൈവ്സ് ആർ ചാനൽ ഇൻ ടു മോർ സോഷ്യലി ആക്സെപ്റ്റബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അവര് സോഷ്യലി കുറച്ചുകൂടി സ്കൂളിലും ബാക്കിയുള്ളത് കൂട്ടുകൂടാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഡ്യൂറിംഗ് ദി സ്റ്റേജ് ദി സെക്ഷൽ ഏർജസ് റിമെയിൻ റിപ്രസ്ഡ് ആൻഡ് ചിൽഡ്രൻ ഇന്ററാക്ട് ആൻഡ് പ്ലേ മോസ്റ്റ്ലി വിത്ത് ദി സെയിം സെക്സ് പിയേഴ്സ്. സമപ്രായക്കാരോടും ഒരേ ജെൻഡറിലോട് കൂട്ടുകൂടി കളിക്കുക, ആ സമയം സെക്ഷലുള്ള കാര്യങ്ങളൊക്കെ റിപ്രസ് ചെയ്തിട്ട് അവരെ കുറെ കൂടി കൂട്ടുകൂടി ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമാണ് ലാറ്റൻസി സ്റ്റേജ് എന്ന്. വീണ്ടും ജെനിറ്റലിലേക്ക് ഇറങ്ങുന്ന സ്റ്റേജ് ആണ് ജെനിറ്റൽ സ്റ്റേജ്, പ്യൂബർട്ടി ഓൺ. The final stage of psychosexual development begin at the start of puberty when sexual urges are once again awakened. ലാറ്റൻസിയിൽ റിപ്രസ് ചെയ്ത സാധനങ്ങളൊക്കെ പൊതിവെക്കും. Through the lessons learned during the previous stages, adolescents direct their sexual urges to opposite pure sex or same sex. അപ്പോഴേക്കും മറ്റൊരാളുടെ ജെനിറ്റൽസിൽ എന്താണ് പ്ലഷർ കണ്ടെത്തും. ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ്, ഇവിടെ ഓപ്പോസിറ്റ് മാത്രം, അല്ലെങ്കിൽ സെയിം സെക്സിൽ. അതായത് അവരുടെ എറോജീനിയസ് സോണ് ഓപ്പോസിറ്റ് ഒരാള്, അത് സ്വന്തം ജെൻഡർ ആവാം അല്ലെങ്കിൽ വ്യത്യസ്ത ജെൻഡർ ആവാം, മറ്റൊരാളുടെ ജെനിറ്റൽസിലായിരിക്കാം അവര് പ്ലഷർ കാണിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫ്രോയിഡിന്റെ പ്രശസ്തമായിട്ടൊരു പിന്നെ കേസ് സ്റ്റഡി ഉണ്ട്. ആ കേസ് സ്റ്റഡിയുടെ വീഡിയോ ഞാൻ ഇട്ടുതരാം. അതിൽ ഫാലിക് സ്റ്റേജിൽ ഫിക്സേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കേസ് സ്റ്റഡിയാണ്. വളരെ വിശദമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, സേഫ്പാർക്ക് വേണ്ടി എടുത്തതാണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടുതരാം. അപ്പം ഈ യൂട്യൂബ് വീഡിയോയുടെ താഴത്തെ അതിന്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ, അടിപൊളിയായിട്ട് ആ കേസ് സ്റ്റഡി ഞാൻ പറയുന്നുണ്ട്. ഇനി ഫ്രോയിഡിന്റെ തിയറിയുടെ ഇവാലുവേഷൻ ആണ്. നോക്കിയേ, മെറിറ്റ്സ്. ഇറ്റ്സ് എ കോംപ്ലക്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി and explain behavior. നമ്മുടെ ഓരോ ബിഹേവിയറും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കോംപ്ലക്സ് ആണ്. ഇറ്റ് അൺകോൺഷ്യസ് ആൻഡ് ഏർലി ചൈൽഡ് എക്സ്പീരിയൻസ്, അതായത് അൺകോൺഷ്യസ് മൈൻഡ് ഏർലി ചൈൽഡ് എക്സ്പീരിയൻസ് ഒക്കെയാണ് പ്രാധാന്യപ്പെടുത്തി പറയുന്നത്. ഇറ്റ് എംഫസൈസ് ഡൈനാമിക് നേച്ചർ ഓഫ് പേഴ്സണാലിറ്റി ബിഹേവിയർ ഒരു ഡൈനാമിക് ആണെന്ന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് എംഫസൈസ് ഡിഫൻസ് മെക്കാനിസം ഓഫ് ഈഗോ ആൻഡ് സ്റ്റിമുലേറ്റഡ് ഫർദർ തിയററ്റിക്കൽ റിസർച്ച് വർക്ക് ഇൻ പേഴ്സണാലിറ്റി. പിന്നെ ഡിഫൻസ് മെക്കാനിസവും അതുപോലെ തന്നെ ഫർദർ ആയിട്ട് റിസർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. It resulted in a serious interest in psychological treatment of mental disorders. ആദ്യമായിട്ടുള്ള ഒരു മെന്റലി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണല്ലോ. അപ്പൊ എന്താണ്, അതൊരു ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് കൂടിയാണ് സൈക്കോഅനാലിസിസ്. ഡീമെറിറ്റ്സ് ഒരുപാടുണ്ട്. ക്രിറ്റിസിസം അല്ലെങ്കിൽ ക്രിറ്റിക്സ് കണ്ടന്റഡ് ദാറ്റ് ഫ്രോയിഡ്സ് തിയറി ഇസ് ലാക്കിംഗ് ഇൻ എംപെരിക്കൽ എവിഡൻസ്. അതായത് ഒരു റിസർച്ച് ചെയ്തിട്ടൊന്നും അല്ല, അദ്ദേഹം അതിന്റെ കേസ് സ്റ്റഡിയിലൂടെയാണ് തെളിയിച്ചത്. ആൻഡ് റിലൈസ് ടു ഹെവിലി ഓൺ തെറാപ്യൂട്ടിക് അച്ചീവ്മെന്റ്. തെറാപ്യൂട്ടിക്കിലാണ് ഇതൊക്കെ കണ്ടെത്തിയത്, റിസർച്ച് ചെയ്തിട്ടൊന്നല്ല. Whereas other asserts that even Freud's clinical data are flawed, inaccurate and selective as best. കണ്ടോ, അദ്ദേഹം സെലക്ട് ചെയ്ത കേസുകളാണ് എടുത്തത്, ഇന്നാക്യുറേറ്റ് ആണ്. ഈവൻ ആ കേസസ് പോലും എന്താണെന്നാ പറയുന്നത്, ഫ്ലോഡ് ആണ്, ഇന്നാക്യുറേറ്റ് ആണ്, ബെസ്റ്റ് സെലക്ട് ചെയ്തതാണ്. ആ കുറച്ച് 10-20 കേസ് വെച്ച് മാത്രമാണ് ഇദ്ദേഹം ഈ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആധികാരികത ചോദ്യം ചെയ്യപ്പെടും. രണ്ടാമത്, the actual method or technique involved in psychoanalysis such as Freud's idea of interpretation of dreams and the role of free association have been criticized. ഈ ഡ്രീം അനാലിസ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രീ അസോസിയേഷൻ, ഇതൊക്കെയാണല്ലോ അദ്ദേഹം തെറാപ്യൂട്ടിക് മെത്തേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെയും നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. Some critics assert that psychoanalysis is simply not a science and many of the principles upon which it is based are inaccurate. ചില ക്രിറ്റിക്സ് പറയുന്നത് ഒരു സയൻസ് പോലും സയന്റിഫിക് പോലും അല്ല, ഇന്നാക്യുറേറ്റ് ആണ്. കാരണം ഇതൊന്നും കൃത്യമായിട്ടും റിസർച്ച് ചെയ്ത് തെളിയിക്കപ്പെട്ടതല്ലോ. അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ സ്റ്റഡിയുടെ ബേസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ.
Some of the concept of the theory seem poorly designed. For example, take a concept of psychic energy. What is it? What unit is measuring? What unit is it measured? Libido endana engine adu measure cheyanokku chodikku oru uttaravilla. There is a lack of scientific proof in this theory. Theory il scientific proof illa. Role of environment is overlooked in formulating the theory. നമ്മൾ ചുറ്റുപാടും അതായത് ആ ഒരു എംപിരിസിസം ഉണ്ടല്ലോ അത് കുറെ കൂടി ഇതില് അതായത് പിന്നെ എൻവയോൺമെന്റ് ഓവർലുക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു തിയറിയിൽ. ഓവർ എംഫസിസ് ഓൺ സെക്ഷൽ ഡ്രൈവ് is given in the സെക്ഷൽ ഡ്രൈവിനെ പറ്റി ഓവർലി പറയുന്നുണ്ട്. The theory pessimistic psychic determinism, അതായത് ഒരു അശുഭാപ്തി സൈക്കിക് ഡിറ്റർമിനൻസ്, അത് നമ്മൾ സൈക്കിക് ഡിറ്റർമിനൻസിന്റെ അശുഭാപ്തി ആയിട്ടാണ് നല്ല ക്രിറ്റിസിസം ഏൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫ്രോയിഡിന്റെ തിയറിക്ക് ഭയങ്കര എന്താ പറയാ ഫാൻസ് ആണ്, ഭയങ്കര പ്രൊമിനന്റ് ആയിട്ട് തന്നെ കാണുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മുടെ നോട്ടിൽ ആകെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പർപ്പസ്ഫുള്ളി തന്നെ ചെയ്ത കേട്ടോ. കാരണം ഫ്രോയിഡിനൊക്കെ ഇത്രയും ഇൻഡെപ്തിൽ അറിയണമെങ്കിൽ നമ്മള് അറിയാതെ പോരുത്. ഇനി MSc ഇത്രയും ഇൻഡെപ്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത്ര ഡെപ്തിലായിട്ട് ഫ്രോയിഡിനെ? പറയുന്നില്ല. കിട്ടിയാ കിട്ടിന്ന് പറ. കാരണം ഞാൻ കുറെ കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഡീപ്പായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നത്. ഇപ്പൊ നെറ്റിലൊക്കെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു രീതിയിൽ പഠിക്കുന്നത് വളരെ നന്നായി. ഓരോരുത്തരും ഇവിടെ നോക്കിക്കെ ഓരോരുത്തരെയും അങ്ങനെ കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം കാരൻ ഹോണിനെ ആയിക്കോട്ടെ, യുങ്ങിനെ ആയിക്കോട്ടെ, ഒക്കെ വളരെ ഡീപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് ഹന. ക്യാമറ ഓൺ ആയി പോയതാ. ഓക്കെ ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും മതി. ഇതോടെ പേഴ്സണാലിറ്റിയുടെ ഫ്രീ ക്ലാസ് തീർന്നു കേട്ടോ. ഇനി കോഗ്നിറ്റീവിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 2 ഫ്രീ ക്ലാസ്സും കൂടി എടുത്തിട്ട് നമ്മൾ റെഗുലർ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. റെഗുലർ ആയിട്ട് ലൈവ് ആഴ്ചയിൽ ഒരു 3-4 ദിവസം എടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. എക്സാം ആകുമ്പോഴത്തേനും തീർക്കുന്ന രീതിയിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോവാം. അപ്പൊ hope the class was productive and informative. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ് ഇസ് മീ Abdul Nafi signing off. Bye, take care.